അടുത്താണ് സർക്കുലേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ. സർക്കുലറുകളും നോട്ടിഫിക്കേഷനുകളും ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? CBIC ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? യൂണിഫോമിറ്റി ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സുകളെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത് ഒരേപോലെ കൊണ്ടുപോകാൻ, ഗൈഡൻസ് റിഗാർഡിംഗ് ലെവി ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടികൾ ചുമത്തുന്നതിന് മുകളിലുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ കൊണ്ടാണ് ആ സർക്കുലറുകളും നോട്ടിഫിക്കേഷനുകളും ഇഷ്യൂ ചെയ്യുന്നത്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, സെക്ഷൻ 11 പ്രകാരം ചില സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും പ്രൊഹിബിറ്റ് ചെയ്യുന്നതിനുള്ള അധികാരമുണ്ട് നോട്ടിഫിക്കേഷനിൽ കൂടി. സെക്ഷൻ 11B പ്രകാരം ചില ഗുഡ്സുകളെ നോട്ടിഫൈ ചെയ്യാൻ കൊണ്ടുള്ള അധികാരമുണ്ട്. സെക്ഷൻ 25 സബ്സെക്ഷൻ 1 പ്രകാരം ഫുൾ ആൻഡ് പാർഷ്യൽ എക്സംപ്ഷൻ ഫ്രം ഡ്യൂട്ടീസ്, ചില സാധനങ്ങൾക്ക് പൂർണ്ണമായോ ഭാഗികമായോ നികുതികൾ ഒഴിവാക്കുന്നതിനുള്ള അധികാരങ്ങളും ഈ സെൻട്രൽ ഗവൺമെന്റുകൾ നോട്ടിഫിക്കേഷനിൽ കൂടി എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റും? ഇഷ്യൂ ചെയ്യാനെ കൊണ്ട് പറ്റും. അപ്പൊ ഇതിനകത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കസ്റ്റംസ് ലോ എന്ന് പറയുന്ന സാധനത്തിന്റെ സ്കോപ്പ്, അല്ലെങ്കിൽ കസ്റ്റംസ് ലോ എന്ന് പറയുന്ന സാധനങ്ങൾ എന്തിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ്? ഒന്ന് കസ്റ്റംസ് ടാരിഫ് ആക്ടിനെ ആശ്രയിച്ചിട്ട്, രണ്ട് അതുമായി ബന്ധപ്പെട്ട റൂളുകളെ ആശ്രയിച്ചിട്ട്, പിന്നെ റെഗുലേഷൻസ്, കസ്റ്റംസ് ആക്ടിനകത്തുള്ള റെഗുലേഷൻസുകളെ ആശ്രയിച്ചിട്ട്, ദെൻ സർക്കുലേഴ്സ് ആൻഡ് നോട്ടിഫിക്കേഷനുകളെ ആശ്രയിച്ചിട്ട്, ദെൻ ഗവൺമെന്റിന്റെ നോട്ടിഫിക്കേഷനുകളെ ആശ്രയിച്ചിട്ട്, ഇത്രയും കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഈ പറയപ്പെടുന്ന നമ്മുടെ കസ്റ്റംസ് ആക്ട് മുമ്പോട്ട് പോകുന്നത്. ഇനി അടുത്താണ് ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ്. ബാഗേജ്. ബാഗേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബാഗുകളാണ്. ഓക്കെ, അപ്പം ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടാകും? അൺഅക്കംപെയ്ഡ് ബാഗേജ് ഉണ്ടാകും. എന്താണ് അൺഅക്കംപെയ്ഡ് ബാഗേജ്? ഇപ്പം സപ്പോസ് ഞാനിപ്പം സിംഗപ്പൂരിലോട്ട് പോകാം, ഞാൻ നേരത്തെ പോകുന്നു എന്നുള്ള യാത്ര പ്രീപ്ലാൻഡ് ആണെങ്കിൽ കുറെ ലഗേജുകൾ കൊണ്ടുവന്ന് ഞാൻ ഈ ലഗേജ് എന്ത് ചെയ്യും? നേരത്തെ ഷിപ്പ് ചെയ്യും. അപ്പം ആ ഷിപ്പ് ചെയ്യുന്ന ലഗേജിനോടൊപ്പം ആ സിംഗപ്പൂരിൽ ഞാൻ എത്തണമെന്നില്ല, എന്നേക്കാൾ മുമ്പേ എന്ത് ചെയ്യും? ലഗേജ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ലഗേജിനെ പറ്റിയാണ് അൺഅക്കംപെയ്ഡ് ബാഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, ആൾ കൂടെ ഇല്ലാത്ത സാധനം. പക്ഷെ ഇതിനകത്ത് എന്ത് ഉൾപ്പെടുത്തില്ല? മോട്ടോർ വെഹിക്കിളുകൾ ഉൾപ്പെടുകയില്ല. ദെൻ ഇവിടെ ബോർഡ് എന്ന് പറയുന്നത് എന്താണ്? CBIC ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. കോസ്റ്റൽ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് അതർ ദാൻ ഇമ്പോർട്ടഡ് ഗുഡ്സ്, ഇറക്കുമതി ചെയ്തേക്കുന്ന സാധനങ്ങളല്ലാതെ ട്രാൻസ്പോർട്ടഡ് ഇൻ എ വെസൽ ഫ്രം വൺ പാർട്ട് ഇൻ ഇന്ത്യ ടു അനദർ പാർട്ട്, അതായത് ഇറക്കുമതി ചെയ്തേക്കുന്ന സാധനങ്ങളല്ലാതെ മറ്റേതെങ്കിലും ഒരു സാധനങ്ങൾ ഒരു കപ്പലിലോ ബോട്ടിലോ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ? കോസ്റ്റൽ ഗുഡ്സ്. ഉദാഹരണം ആലപ്പുഴയിലെ കയർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ബോട്ട് വഴി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് കഴിഞ്ഞ പറഞ്ഞ പേരാണ് കോസ്റ്റൽ ഗുഡ്സ്. ഓക്കെ, അതാണ് കസ്റ്റംസ് ഏരിയ ഓഫ് കസ്റ്റം സ്റ്റേഷൻ ഓർ വെയർ ഹൗസ്. അതായത് കസ്റ്റം സ്റ്റേഷന്റെ വെയർ ഹൗസിന്റെ ചുറ്റുപാടുകളെയാണ് കസ്റ്റംസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്തെയും കസ്റ്റംസ് ഏരിയ എന്ന് പറയും. ഇൻക്ലൂഡിംഗ് എനി ഏരിയ ഇൻ വിച്ച് ഇമ്പോർട്ട് ഗുഡ്സ് ഓർ എക്സ്പോർട്ട് ആർ ഓർഡിനറിലി കെപ്റ്റ് ബിഫോർ ദ ക്ലിയറൻസ് ബൈ ദ കസ്റ്റംസ് അതോറിറ്റി. കസ്റ്റംസ് അതോറിറ്റിയുടെ ക്ലിയറൻസിന് മുമ്പ് ഇമ്പോർട്ട് ചെയ്തോ എക്സ്പോർട്ട് ചെയ്യാനെ കൊണ്ടോ ഉള്ളതായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തെ നമ്മൾ എന്തെന്ന് പറയും? കസ്റ്റംസ് ഏരിയ എന്ന് പറയും. ഓക്കെ, അപ്പൊ കസ്റ്റംസ് ഏരിയ എന്ന് പറയുന്നത് കസ്റ്റംസ് സ്റ്റേഷനോ വെയർ ഹൗസോ ആവാം, അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുന്നതിന് മുമ്പോ ഇറക്കുമതിക്ക് മുമ്പോ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തെ കസ്റ്റംസ് ഏരിയ എന്ന് പറയാം. അതാണ് കസ്റ്റംസ് സ്റ്റേഷൻസ്. ഈ കസ്റ്റംസ് സ്റ്റേഷൻസ് എവിടെയാണെന്നുള്ള പേര് ഒന്ന് കാണാൻ പറ്റണം. ഒന്ന് കസ്റ്റം പോർട്ടുകൾ ഉണ്ടാവാം, കസ്റ്റംസ് എയർപോർട്ടുകൾ ഉണ്ടാവാം, ഇന്റർനാഷണൽ കൊറിയർ ടെർമിനലുകൾ ഉണ്ടാവാം, ഫോറിൻ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവാം, ലാൻഡ് കസ്റ്റം സ്റ്റേഷൻസ് ഉണ്ടാവാം. ഇവയെ എല്ലാം ചേർന്ന് പറയുന്ന പേരാണ് കസ്റ്റംസ് സ്റ്റേഷൻ. അതാണ് എക്സ്പോർട്ട്. ടേക്കിംഗ് ഗുഡ്സ് ഔട്ട് ഓഫ് ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും ഒരു സാധനം ഇന്ത്യക്ക് വെളിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എക്സ്പോർട്ട്. ഓക്കെ, അടുത്തതാണ് ഇമ്പോർട്ട്. ഇമ്പോർട്ട് എന്ന് വെച്ചാൽ ബ്രിങ്ങിങ് ഗുഡ്സ് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് വെളിയിലുള്ള സ്ഥലത്ത് നിന്നും ഇന്ത്യയിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നതിനെ നമ്മൾ എന്ന് പറയും? ഇറക്കുമതി എന്ന് പറയും. ഓക്കെ, ദെൻ ഗ്രാമറ്റിക്കൽ വേരിയേഷൻസ് ആൻഡ് കോർഡിനേറ്റ് എക്സ്പ്രഷൻസ്. അതായത് ഇറക്കുമതിക്ക് തുല്യമായിട്ടുള്ള എന്ത് കാര്യങ്ങളെയും നമ്മൾ ഇറക്കുമതി എന്ന് പറയും. എന്ത് വാക്കിട്ട് വിളിച്ചാലും എന്തെന്ന് പറയും? ഇറക്കുമതി എന്ന് പറയും. ഗുഡ്സ് വളരെ പ്രധാനപ്പെട്ട. ഓക്കെ, ഇതൊന്ന് കാണാൻ പറ്റും.
Goods includes vessels, aircraft and vehicles, stores, baggage, currency and negotiable instruments, and any other kinds of movable property. വെസലുകൾ ഉണ്ടാവാം, വെസൽ എന്ന് വെച്ചാൽ എന്താണ്, യാനങ്ങൾ, കപ്പലുകൾ, ബോട്ടുകൾ, എയർക്രാഫ്റ്റുകൾ, വെഹിക്കിൾ ഉണ്ടാവാം, സ്റ്റോർസ് ഉണ്ടാവാം, ബാഗേജുകൾ ഉണ്ടാവാം, കറൻസി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകാം. ഓർത്തോളം സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് കറൻസി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും വരത്തില്ല. ഓക്കെ, ദെൻ എനി കൈൻഡ്സ് ഓഫ് മൂവ്ഡ് പ്രോപ്പർട്ടി ഉണ്ടാവും. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ഥാനത്തെ കസ്റ്റംസ് ആക്ടിനകത്ത് പറയണമെങ്കിൽ അത് മൂവ്ഡ് ആയിരിക്കണം, മാർക്കറ്റുകളും ആയിരിക്കണം. ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ extending into the sea up to a limit of exclusive economic zone under section 7 of the territorial water or constitutional shelf exclusive economic zone and other maritime zone act 1976. അപ്പോൾ 1976 ഈ ആക്ടിന്റെ സെക്ഷൻ 7 പ്രകാരം എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ് വരെയുള്ള സ്ഥലത്തെയാണ് ഇന്ത്യൻ കസ്റ്റംസ് വാട്ടർ എന്ന് പറയുന്നത്. എന്താണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ് എന്ന് നോക്കാം. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് തുടങ്ങി 200 നോട്ടിക്കൽ ലൈൻ, ബേസ് ലൈനിന്റെ 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ് എന്ന് പറയുന്നത്. കന്യാകുമാരി ആണെങ്കിൽ കന്യാകുമാരിയുടെ കടത്തീരുണ്ടല്ലോ, ആ ബേസ് അവിടെ 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള സ്ഥലത്താണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺസ്. ദെൻ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ പർപ്പസുകൾ എന്താണെന്ന് നോക്കാം. ഒന്ന്, ടു റേസ് റവന്യൂ, വരുമാനം നേടുക. ടു റെഗുലേറ്റ് ഇമ്പോർട്ട് ഓഫ് ഫോറിൻ ഗുഡ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലേക്കുള്ള വിദേശ സാധനങ്ങളുടെ ഇറക്കുമതികളും നിയന്ത്രിക്കുക. ടു കവർ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് റെഗുലേറ്റ് ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ ടു ഡൊമസ്റ്റിക് മാർക്കറ്റ്. എന്താ മക്കളെ, ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ നാണ്യനിരക്കുകളെയും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വരുന്ന സാധനങ്ങളുടെ അളവുകളെയും സപ്ലൈ നിയന്ത്രിക്കുക. ടു പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഫ്രം അൺഹെൽത്തി കോമ്പറ്റീഷൻ, അൺഹെൽത്തി കോമ്പറ്റീഷനിൽ നിന്നും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രികൾ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. എങ്ങനെ? റിസ്ട്രിക്റ്റിംഗ് ഇമ്പോർട്ട് ഓഫ് സെലക്ടഡ് ഗുഡ്സ് ആൻഡ് സർവീസ്, ചില പ്രത്യേക സാധനങ്ങളോ സേവനങ്ങളോ ഇറക്കുമതി ചെയ്യുന്നത് തടഞ്ഞുകൊണ്ടും. ഓക്കെ, ആവശ്യമെന്ന് പറയുകയാണെങ്കിൽ അതിനെ മൊത്തത്തിൽ ബാൻ ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റ്? കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷനുകൾ എന്തൊക്കെയാണ്? പ്രധാനമായും 5 ഫങ്ഷനുകളാണ്. ഒന്നാമത്തത് കളക്ഷൻ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി, 2 എൻഫോഴ്സ്മെന്റ് ഓഫ് കസ്റ്റംസ് പ്രൊവിഷൻ, 3 ഏജൻസി ഫങ്ഷൻസ് ആൻഡ് റിസ്ട്രിക്ഷൻസ്, 4 പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ്, 5 ഇന്റർനാഷണൽ പാസഞ്ചർ ക്ലിയറൻസ്. നമുക്കിതിനെ പറ്റി നോക്കാം. ഒന്ന്, കളക്ഷൻ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി. എന്താണ്? 1962 കസ്റ്റംസ് ആക്ടും 1975 കസ്റ്റംസ് ടാരിഫ് ആക്ടും അനുസരിച്ച് കയറ്റുമതികളും ഇറക്കുമതികളും നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അതിന് മുകളിൽ എന്താണ് ഡ്യൂട്ടികൾ ചുമത്തുകയും കളക്ട് ചെയ്യുകയും ചെയ്യുക. അതാണ് എൻ്റെ അടുത്തൊരു കുട്ടി ചോദിച്ചൊരു ചോദ്യമാണ്, സാറേ 1962 കസ്റ്റംസ് ആക്ട് വന്നിരിക്കുന്നത്, പക്ഷെ അതിന്റെ നികുതി നിരക്കുകൾ 1975 അപ്പൊ 1962 മുതൽ 1975 വരെ നികുതി എങ്ങനെ ചുമത്തും, എത്ര റേറ്റിൽ ചുമത്തും? അതിനുള്ള ഉത്തരം എന്താ പറയുക? ശ്രദ്ധിക്കുക. എന്താണ് 1962 കസ്റ്റംസ് ആക്ട് നിലവിൽ വന്നപ്പോഴും ഇന്ത്യൻ കസ്റ്റംസ് ആക്ടിലെ ടാരിഫുമായി ബന്ധപ്പെട്ട ആ ആക്ട് ഒന്നുണ്ടായിരുന്നു, നിലവിലുണ്ടായിരുന്നു. പിന്നീട് ഈ സാധനം മാറ്റിയിട്ടാണ് 1975 എന്ത് ചെയ്തിരിക്കുന്നത്, കസ്റ്റംസ് ടാരിഫ് ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് കേട്ടോ. അടുത്താണ് എൻഫോഴ്സ്മെന്റ് ഓഫ് കസ്റ്റംസ് പ്രൊവിഷൻ. എൻഫോഴ്സ്മെന്റ് ഓഫ് കസ്റ്റംസ് പ്രൊവിഷൻ ഓഫ് ദ കസ്റ്റംസ് ആക്ട് ഗവേണിംഗ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് കാർഗോ, സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതി ചെയ്യുകയും, ബാഗേജ്, പോസ്റ്റ് ആർട്ടിക്കിൾസ്, അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് വെസൽസ് ആൻഡ് എയർക്രാഫ്റ്റ്. ഓക്കെ, അതായത് കസ്റ്റംസ് ആക്ടുകൾ എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത്? സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ബാഗേജിന്റെ കേസുകൾ, പോസ്റ്റൽ ആർട്ടിക്കിൾസിന്റെ കേസുകൾ, അതേപോലെ തന്നെ എന്താണ് എയർക്രാഫ്റ്റുകളോ വെസലുകളോ അറേഞ്ച് ചെയ്യുകയോ ഡിപ്പാർച്ചർ ചെയ്യുന്ന സമയത്തൊക്കെ കസ്റ്റംസ് പ്രൊവിഷൻസുകൾ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് കസ്റ്റംസ് പരിശോധന ഉണ്ടെന്ന് പറയത്തില്ല വരുമ്പോൾ അതൊക്കെയാണ്. ഏജൻസി ഫങ്ഷൻസ്. ഓക്കെ, എൻഫോഴ്സ്മെന്റ് ഓഫ് പ്രൊഹിബിഷൻ ആൻഡ് റിസ്ട്രിക്ഷൻ ഓഫ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് അണ്ടർ വേരിയസ് ലീഗൽ എനാക്ട്മെന്റ്. പലതരത്തിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് ചില സാധനങ്ങളെ പ്രൊഹിബിറ്റ്, സാധനങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും എന്ത് ചെയ്യും, പ്രൊഹിബിറ്റ് ചെയ്യുകയോ റിസ്ട്രിക്ട് ചെയ്യുകയോ ചെയ്യും. അടുത്താണ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ്.
അതായത് നർക്കോട്ടിക് ഡ്രഗ്സ് ട്രാഫിക്കിംഗ്, നമ്മുടെ എന്താണ് മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അത് സ്മഗിൾ ചെയ്യുന്നത് തടയും. പോരാത്തതിന് ഗോൾഡ് അടക്കമുള്ള സ്മഗിളിംഗ് തടയുക. ദെൻ ഇന്റർനാഷണൽ പാസഞ്ചർ ക്ലിയറൻസ്, പാസഞ്ചേഴ്സിനെ എയർപോർട്ടുകളിൽ നിന്നും സീ പോർട്ടിൽ നിന്നും ലാൻഡ് കസ്റ്റംസിൽ നിന്നൊക്കെ ക്ലിയർ ചെയ്യുക. അതായത് അവരെ ചെക്ക് ചെയ്ത് കടത്തി വിടുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മളുടെ ഈ കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ദെൻ ലയബിലിറ്റി ഫോർ കസ്റ്റംസ് ഡ്യൂട്ടീസ് നമുക്ക് നോക്കാം. ഇറക്കുമതി ഇമ്പോർട്ട് ഡ്യൂട്ടി എപ്പോഴാണ് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ, കസ്റ്റംസ് ഡ്യൂട്ടി എപ്പോഴാണ് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോഴാണ്. ഇറക്കുമതി ഡ്യൂട്ടി ആരാണ് കൊടുക്കുന്നത്? ഇറക്കുമതിക്കാരനാണ്. കയറ്റുമതി ഡ്യൂട്ടി അഥവാ എക്സ്പോർട്ട് ഡ്യൂട്ടി ആരാണ് കൊടുക്കുന്നത്? എക്സ്പോർട്ടറാണ്. ടാക്സബിൾ ഇവന്റ്സ് ഇൻ ദ കേസ് ഓഫ് ഇമ്പോർട്ട് കമൻസ് വെൻ ഗുഡ്സ് ക്രോസ് ദ ടെറിട്ടറിയൽ വാട്ടർ ഇൻ ഇന്ത്യ. എപ്പോഴാണ് ഈ പറയപ്പെടുന്ന ഒരു സാധനം ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന് മുകളിൽ നികുതി ചുമത്തുന്നത്? എപ്പോഴാണോ അത് നമ്മളുടെ ടെറിട്ടറിയൽ വാട്ടർ ക്രോസ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞില്ല 200 നോട്ടിക്കൽ മൈൽ, അത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് കയറി വരുന്നത്, അപ്പോൾ മുതൽ ഇദ്ദേഹം എന്ത് ചെയ്തിരിക്കണം മക്കളെ? നികുതി കൊടുക്കാനെ കൊണ്ട് ബാധകമാണ്. ഓക്കെ, ആൻഡ് കണ്ടിന്യൂ ആൻഡ് ഈസ് കംപ്ലീറ്റഡ് വെൻ ഇറ്റ്സ് ബിക്കം ദ പാർട്ട് ഓഫ് മാസീവ് ഗുഡ്സ് വിത്തിൻ ദ കൺട്രി. എന്നിട്ട് അത് എവിടം വരെ, അത് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ഈ കൊണ്ടുവരുന്ന സാധനം ഇന്ത്യയിലെ മൊത്ത സാധനങ്ങളുടെ ഭാഗമായിട്ട് മാറുമ്പോഴാണ് ഈ പറയപ്പെടുന്ന ടാക്സബിൾ ഇവന്റ് എന്താവുന്നത്? കംപ്ലീറ്റഡ് ആകുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇത്? എവിടുന്നാണ് തുടങ്ങുന്നത്? ഇന്ത്യയിലെ ബോർഡർ ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ക്രോസ് ചെയ്യുന്ന സമയം മുതൽ ഈ സാധനം വന്ന് ഇന്ത്യയിലെ ഗുഡ്സിന്റെ പാർട്ടാകുന്ന സമയം വരെ ഉള്ള എല്ലാ സമയവും ഇതെന്തായിരിക്കും മക്കളെ? ടാക്സബിൾ ഇവന്റ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സ്പെസിഫിക് സാറേ എന്നാലും എനിക്കത് കൃത്യമായില്ലല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നികുതി നിയമങ്ങളിൽ പറയുന്നുണ്ട്. ദ ഡേ ഓഫ് ഗുഡ്സ് ക്രോസ് ദ കസ്റ്റംസ് ബാരിയർ ഓർ ഫയലിംഗ് ഓഫ് ദ ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ. ഇതിലേതാണോ ആദ്യം വരുന്നത് അതായിരിക്കും എന്താണ്, ആ ദിവസമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എന്തായിട്ട് കണക്കാക്കുക? ഇമ്പോർട്ടായിട്ട് കണക്കാക്കുക. അന്നായിരിക്കും നമ്മൾ അതിൽ നികുതി ചുമത്തേണ്ടതായിട്ട്. ഓക്കെ, അപ്പം എപ്പോഴായിരിക്കും മക്കളെ ടാക്സബിൾ ഇവന്റുകൾ ഉണ്ടാവുന്നത്? ഒന്നെങ്കിൽ ഇന്ത്യയുടെ കസ്റ്റംസ് ബാരിയർ ക്രോസ് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ ഹോം കൺസംഷന് വേണ്ടി ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന സമയം. ഓക്കെ, then rate of duties and tariff valuation. ഇനി ഈ സാധനങ്ങളിലേക്ക് നികുതി എങ്ങനെയാണ് ചുമത്തുന്നത് നോക്കാം. ഗുഡ്സ് സെന്റർ ഫോർ ഹോം കൺസംഷൻ, ഹോം കൺസംഷന് വേണ്ടി കൊണ്ടുവരികയാണെങ്കിൽ ഡേറ്റ് ഓൺ വിച്ച് ബിൽ ഓഫ് എൻട്രി ഓഫ് സച്ച് ഗുഡ്സ് ഈസ് പ്രസന്റഡ് എന്നാണ് ഈ സാധനങ്ങളുടെ ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്യുന്നത്. ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നില്ല, പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നാണോ? or date of entry inward of the bill of the vessel or arrival of the aircraft, whichever is earlier. Bill of entry present ചെയ്യുന്ന ദിവസമാണോ അതോ സാധനം ഈ വിമാനം അല്ലെങ്കിൽ കപ്പൽ വന്നു എന്ന് പറയുന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന ദിവസം ഏതാണോ ആദ്യം വരുന്നത് ആ ദിവസത്തെ നികുതി നിരക്കിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ സാധനങ്ങൾക്ക് മുകളിൽ നികുതി ചുമത്തുക. വെയർഹൗസ് ഗുഡ്സ് ആണെങ്കിൽ എന്തായിരിക്കും? ഡേറ്റ് ഓൺ വിച്ച് the bill of entry for clearance from warehouse for home consumption is presented. home consumption വേണ്ടി bill of entry present ചെയ്ത ദിവസം ഉണ്ടല്ലോ, അതായിരിക്കും വെയർഹൗസിൽ ഇരിക്കുന്ന സാധനമാണെങ്കിൽ അതിന്റെ ആ വെയർഹൗസിൽ ഇരിക്കുന്ന സാധനത്തിന് മുകളിൽ ചുമത്തുന്ന നികുതി നിരക്ക് എന്നത്തെ ആയിരിക്കും മക്കളെ? ഹോം കൺസംഷന് വേണ്ടി ബിൽ ഓഫ് എൻട്രി നമ്മൾ പ്രസന്റ് ചെയ്തില്ലയോ, ഇവിടെ ആദ്യമേ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ, ആ ദിവസമായിരിക്കും. മറ്റേതെങ്കിലും സാഹചര്യത്തിലാണെങ്കിൽ ഡ്യൂട്ടി അടച്ചേക്കുന്ന ദിവസം ആയിരിക്കും. ഇനി കയറ്റുമതിയുടെ സാഹചര്യത്തിൽ നോക്കാം. The previous provisions regarding the import or export baggage and goods imported or exported by postage. നിയമങ്ങൾ ബാഗേജിനോ അല്ലെങ്കിൽ പോസ്റ്റൽ വഴി സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയോ ഇറക്കുമതി ചെയ്യുന്നതിന് ബാധകമല്ല. ഓക്കെ, അതായത് ആ ഡ്യൂട്ടികളൊന്നും ബാധകമല്ല, അതിന് വേറെയാണ്. ഇനി rate of duties and tariff valuation കയറ്റുമതി ചെയ്യുമ്പോൾ. ഓക്കെ, goods entered into the
intended for export under section 50. Section 50 പ്രകാരം ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കയറ്റുമതിക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നോക്കാം, പ്രോപ്പർ ഓഫീസർ ഇതിന് പെർമിറ്റ്, ക്ലിയറൻസിന് വേണ്ടി പെർമിറ്റ് ചെയ്തേക്കുന്ന ദിവസമാണോ അതോ ഗുഡ്സ് ലോഡ് ചെയ്തേക്കുന്ന ദിവസമാണോ, ഏതാണോ ആദ്യം വരുന്നത് അന്നത്തെ ദിവസമായിരിക്കും നമ്മൾ കയറ്റുമതി ചെയ്ത സാധനങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്ന, അന്നത്തെ ദിവസത്തെ റേറ്റ് ആയിരിക്കും കയറ്റുമതി ചെയ്ത സാധനങ്ങളുടെ നികുതി നിരക്ക് ഡിറ്റർമിൻ ചെയ്യുന്നത്. അന്നത്തെ ദിവസത്തെ നികുതി നിരക്കായിരിക്കും കൊടുക്കുക. എനി അതർ ഗുഡ്സ്, വേറെ ഏതെങ്കിലും സാധനങ്ങളാണെങ്കിലും പേയ്മെന്റ് ഓഫ് ഡ്യൂട്ടി അടയ്ക്കുന്ന ദിവസത്തെ നിരക്കായിരിക്കും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടീസ്, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടീസ്, അതിനെ പറഞ്ഞ പേരാണ് BCD. രണ്ട് SWS, സോഷ്യൽ വെൽഫെയർ സർചാർജ്. മൂന്ന് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ദാറ്റ് ഈസ് IGST. നാല് GST കോമ്പൻസേഷൻ സെസ്. അഞ്ച് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ആറ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഏഴ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. അപ്പൊ എന്താണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അഥവാ BCD എന്ന് നമുക്ക് നോക്കാം. എന്താണ് BCD? ഓക്കെ, വളരെ പ്രധാനപ്പെട്ടതാണ്. കസ്റ്റംസ് ആക്ടിന്റെ 19 സെക്ഷൻ 12 പ്രകാരമാണ് BCD ചുമത്തുന്നത്. പക്ഷെ അതിന്റെ നികുതി നിരക്കുകൾ പറയുന്നത് എന്താണ്? കസ്റ്റംസ് ടാരിഫ് ആക്ടിന്റെ സെക്ഷൻ 2 അതിന്റെ നികുതി നിരക്കുകൾ എന്ത് ചെയ്യുന്നത്, ചുമത്തുന്നത്. BCDയുടെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ലിസ്റ്റാണ്. ദെൻ സെക്കൻഡ് ഷെഡ്യൂളിനകത്ത് കയറ്റുമതി ചെയ്യുമ്പോൾ ഏതൊക്കെ സാധനങ്ങൾക്ക് ഡ്യൂട്ടി കൊടുക്കണം എന്നുള്ളതിന്റെ ലിസ്റ്റാണ്. ഓക്കെ, സ്പെസിഫിക് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫിസിക്കൽ മെഷേഴ്സിന് മുകളിൽ ചുമത്തുന്നതാണ്. കിലോയ്ക്കും കിറ്റലിനും മീറ്റേഴ്സിനും ഒക്കെ മുകളിൽ ചുമത്തുന്ന ഡ്യൂട്ടിയാണ് സ്പെസിഫിക് ഡ്യൂട്ടി. അറ്റ് വെലോറം ബേസിസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് അസസബിൾ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് $100 ആണ്. അപ്പൊ 100 × 91 9100 ഇൻറ്റു അതിന്റെ എത്ര ശതമാനമാണ് അത്. ഓക്കെ, അറ്റ് വെലോറം ഡ്യൂട്ടി എന്ന് വെച്ചാൽ അസസബിൾ വാല്യൂവിന്റെ നിശ്ചിത ശതമാനമായിരിക്കും. ഓക്കെ, ദെൻ ബേസിക് റേറ്റ് അണ്ടർ കസ്റ്റംസ് ടാരിഫ് ആക്ട്. കസ്റ്റംസ് ടാരിഫ് ആക്ട് പ്രകാരമുള്ള അടിസ്ഥാനപരമായ ചില ഡ്യൂട്ടികൾ ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റാൻഡേർഡ് ഭാഗമായിരിക്കും. ജനറലി ഹയർ ദാൻ ദ പ്രിഫറൻഷ്യൽ റേറ്റ്, സാധാരണ ഉള്ളതിനേക്കാൾ കൂടിയ തുകയായിരിക്കും സ്റ്റാൻഡേർഡ് റേറ്റ് ഓഫ് ഡ്യൂട്ടി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഷെഡ്യൂളിന്റെ കോളം 4 ഇതിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് റേറ്റ് ഡ്യൂട്ടി. രണ്ടാമത്തെയാണ് പ്രിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി. ഓക്കെ, അപ്പം നോട്ടിഫൈഡ് ആയിട്ടുള്ള പ്രിഫറൻഷ്യൽ ഏരിയയിൽ നിന്നും ഇറക്കുമതി ചെയ്തേക്കുന്ന സാധനങ്ങൾക്കാണ് പ്രിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി എന്ത് ചെയ്യുക, ചുമത്തുക. ഓക്കെ, ഷെഡ്യൂൾ 5 പറഞ്ഞേക്കുന്ന റേറ്റിനെക്കാട്ടിലും കുറഞ്ഞ നിരക്കായിരിക്കും അഥവാ കൺസെഷണൽ റേറ്റിലായിരിക്കും പ്രിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. ഓക്കെ, അപ്പം ഇറക്കുമതിക്കാരൻ ചില സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷനുകളൊക്കെ എന്ത് ചെയ്തിരിക്കണം, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ദെൻ അങ്ങനെയുള്ള കണ്ടീഷനുകൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടില്ല, ഫെയർ ആയിട്ടുണ്ട് എങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ, ഡ്യൂട്ടികൾ ചുമത്തണം. അപ്പം കസ്റ്റംസ് ടാരിഫ് ആക്ട് പ്രകാരം 2 തരത്തിലുള്ള റേറ്റുകളാണ്. ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റ്, ഓക്കെ, അത് പ്രിഫറൻഷ്യൽ റേറ്റിനെക്കാട്ടിലും കൂടുതലാണ്. പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ പ്രിഫറൻഷ്യൽ ഏരിയയിൽ നിന്നും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ കൊടുക്കേണ്ടുന്ന നികുതിയാണ് എന്താ, പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, അതാണ് അസസബിൾ വാല്യൂ ഡിറ്റർമിൻ അണ്ടർ സെക്ഷൻ 14 സബ്സെക്ഷൻ 1. ട്രാൻസാക്ഷൻ വാല്യൂവിനെ അനുസരിച്ചിട്ടാണ് ഇത് അസസബിൾ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇത് സെക്ഷൻ 14 സബ്സെക്ഷൻ 2 ആൾട്ടർനേറ്റീവ് വാല്യൂഷനെ പറ്റി പറയുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഈ ക്യാറ്റിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്ന സാധനങ്ങളായിരിക്കും നേരിട്ടായിരിക്കും ചോദിക്കുക. അതുകൊണ്ടാണ് ടെക്സ്റ്റ് ഫെമിലിയർ ആകും. ഇതിനെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്റർമീഡിയറ്റിനകത്ത് പഠിക്കാനൊക്കെ ഉണ്ട്. അതാണ് എക്സംഷൻസ് ആൻഡ് റിഡക്ഷൻസ്. സെൻട്രൽ ഗവൺമെന്റ് ഹാസ് പവർ ടു റെഡ്യൂസ് ഓർ എക്സെംപ്റ്റ് എനി ഗുഡ്സ് ഫ്രം ഡ്യൂട്ടീസ്. ഡ്യൂട്ടികളിൽ നിന്നും ഏതെങ്കിലും സാധനങ്ങളെയോ
റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ, അതായത് ഇപ്പൊ 10% കിടക്കുന്ന സാധനത്തിന് 5% എന്ന് പറയുന്നത് ഡ്യൂട്ടി റെഡ്യൂസ് ചെയ്തു, കുറച്ചു, അല്ലെങ്കിൽ എക്സെപ്റ്റ് ചെയ്തു, ഒഴിവാക്കുവാനെ കൊണ്ടുള്ള അധികാരം ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ്. സെൻട്രൽ ഗവൺമെന്റ് അതിന് വേണ്ടി എന്ത് ചെയ്യും? നോട്ടിഫിക്കേഷൻ ഇറക്കും. ഓക്കെ, ആ നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും എഫക്റ്റീവ് റേറ്റ് അഥവാ ടാക്സ് റേറ്റുകൾ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഡ്യൂട്ടീസ് വേർ ഗുഡ്സ് കൺസിസ്റ്റ് ഓഫ് ആർട്ടിക്കിൾസ് ലയബിൾ ടു ഡിഫറെന്റ് റേറ്റ് ഓഫ് ഡ്യൂട്ടീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരിക, ആ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾക്കകത്തൊക്കെ പല റേറ്റിലുള്ള സാധനങ്ങളുണ്ട്. ഓക്കെ, 8% ഉണ്ട്, 10% ഉണ്ട്. ഓക്കെ, അതൊക്കെ പലതായിട്ട് കിടക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, then sometimes goods are imported in different packs or sets, each containing items liable to different rate of customs duties. അതായത് നമ്മൾ സാധനങ്ങൾ പാക്കറ്റുകളായിട്ടോ സെറ്റുകളായിട്ടോ കൊണ്ടുവരും. ഓരോ സെറ്റിനകത്തും പല നികുതി നിരക്കുള്ള സാധനങ്ങളാണെങ്കിൽ the import invoice may give a consolidated price. ആ ഇമ്പോർട്ട് ഇൻവോയ്സിനകത്ത് എന്തായിരിക്കും കാണുക? ഒന്നിച്ചുള്ള വിലയുമാണ് എങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടുന്നത്? ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന രീതിയിൽ കസ്റ്റംസ് ഡ്യൂട്ടീസുകൾ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ബേസിസ് ഓഫ് ചാർജബിലിറ്റി. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ ലയബിൾ ടു ഡ്യൂട്ടി ഓൺ ദ ബേസിസ് ഓഫ് ക്വാണ്ടിറ്റി, അതായത് ക്വാണ്ടിറ്റികൾക്കനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്പെസിഫിക് റേറ്റ് ഒക്കെ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റികൾക്കനുസരിച്ചിട്ടാണ് എങ്കിൽ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നികുതി കൊടുക്കണം. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്നാൽ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ, വിലയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ എല്ലാ സാധനങ്ങൾക്കും ഒരേ നിരക്കാണെങ്കിൽ ആ നിരക്ക് കൊടുക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾക്ക് പല നിരക്കാണെങ്കിൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ റേറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരിക്കണം നമ്മൾ ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കേണ്ടത്. ഓക്കെ, ദെൻ ആർട്ടിക്കിൾ നോൺ ലയബിൾ ടു ഡ്യൂട്ടി ആണേലോ, അത് ഡ്യൂട്ടി അടയ്ക്കേണ്ടാത്ത സാധനങ്ങളാണേലോ അതിനാണേലും അതിന്റെ റേറ്റുകൾ എന്തായിരിക്കും? ഈ പറഞ്ഞതിന്റെ കൂട്ടായിരിക്കും. ആ സെയിം റേറ്റ് ആണെങ്കിൽ അതിന്റെ റേറ്റ് അടിസ്ഥാനത്തിലായിരിക്കും. അതേപോലെ ഡിഫറെന്റ് റേറ്റ് ആണെങ്കിൽ ഏറ്റവും ഉയർന്ന റേറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നികുതികൾ കൊടുക്കുക. ഇനി അതർ പോയിന്റ്, ആക്സസറീസ്, സ്പെയർ പാർട്സ് ആൻഡ് മെയിൻ്റെനൻസ്, റിപ്പയർ ഇംപ്ലിമെന്റ്സുകളാണെങ്കിൽ shall be chargeable at the same rate of duty as the main article. അതായത് നമ്മൾ സ്പെയർ പാർട്സോ മെയിൻ്റെനൻസ് റിപ്പയറിനോ ഒക്കെ ഉള്ള സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് എങ്കിൽ അതിന് മെയിൻ ആർട്ടിക്കിളിന്റെ റേറ്റ് എത്രയാണോ അതായിരിക്കും. അതായത് ഇപ്പോൾ ഒരു സാധനത്തിന് ഒരു മെഷീന് 30% നികുതി നമ്മൾ ചുമത്തുന്നത് എങ്കിൽ അതിന്റെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾക്ക് എത്ര ശതമാനമായിരിക്കും നികുതി? 30%. Then evidence of value for article with different rate. പല നിരക്കുകളാണെങ്കിലോ, if the importer produced evidence satisfactory to the proper officer regarding the value of any article liable to different rate, such article shall be chargeable separately at the rate applicable to it. Then അതായത് ഇവിടെ ചില സാധനങ്ങൾ സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു എവിഡൻസ് പ്രോപ്പർ ഓഫീസറിന് നൽകുകയാണെങ്കിൽ ആ സാധനത്തിന് ആ സ്പെഷ്യൽ റേറ്റ് എന്ത് ചെയ്യാം? ചാർജ് ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന റേറ്റ് ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്താണ് സോഷ്യൽ വെൽഫെയർ സർചാർജ്, SWS. ശ്രദ്ധിക്കുക, കസ്റ്റംസ് ഡ്യൂട്ടീസിന്റെ 10% SWC, സോഷ്യൽ വെൽഫെയർ സർചാർജ്. ഇറക്കുമതി ചെയ്തേക്കുന്ന സാധനങ്ങൾക്ക് മുകളിൽ മാത്രമായിരിക്കും ഇതെന്ത് ചെയ്യുക? ചാർജ് ചെയ്യുക. കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മുകളിൽ SWS ഇല്ല. ഓക്കെ, അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്. 30th June 2017 വരെ കോൺട്രവെയിലിംഗ് ഡ്യൂട്ടീസ് അഥവാ CBD ഓക്കെ അത് ചുമത്തിയിട്ടുണ്ടായിരുന്നു. അതെന്തായിരിക്കും? ഇമ്പോർട്ട് ചെയ്തേക്കുന്ന സാധനത്തിന്റെ
എക്സൈസ് ഡ്യൂട്ടിയുടെ തുല്യമാണ്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന സാധനത്തിന് എന്തിന് തുല്യമാണ്? എക്സൈസ് ഡ്യൂട്ടിയുടെ തുല്യമായിരുന്നു കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ്. ദെൻ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടീസ് ചുമത്തിയിട്ടുണ്ട്. അത് വാറ്റിനും സെയിൽസ് ടാക്സിനും വാറ്റിനും പകരമായിട്ട് 4%, ഓക്കെ, സാധനത്തിന്റെ 4% സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു? ചാർജ് ചെയ്തിരുന്നത് 30th June 2017 ആണ്. 1st July 2017 പ്രത്യേകതയാണ്, അന്നാണ് ഇന്ത്യയിൽ GST ബാധകമായിട്ട് വന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് IGST ഇൻ കേസ് ഓഫ് ഇമ്പോർട്ട്. ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് IGSTയുടെ പ്രാധാന്യം എന്താണ്? അത് 30th June 2017 വരെ 2 ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു. ഒന്ന് CVD ഉണ്ടായിരുന്നു, 2 SID ഉണ്ടായിരുന്നു. CVD എന്ന് വെച്ചാൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ്. അത് എക്സൈസ് ഡ്യൂട്ടിയുടെ, ഇറക്കുമതി ചെയ്തേക്കുന്ന സാധനത്തിന്റെ എക്സൈസ് ഡ്യൂട്ടിയുടെ തുല്യമായിരുന്നു കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ്. പിന്നെ ഈ വാറ്റിനും സെയിൽസ് ടാക്സിനും പകരമായിട്ട് എന്ത് എടുത്തിരുന്നു? ഒരു 4% SID അഥവാ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി പ്രവേശിച്ചിരുന്നു. 1st July 2017 മുതൽ, കാരണം അന്നു മുതലാണ് എന്ത് വന്നേക്കുന്നത് മക്കളെ? നമ്മളുടെ ഈ GST വന്നേക്കുന്നത്. അന്നു മുതൽ ഈ CVDക്കും SIDക്കും പകരം എന്ത് വന്നു? IGST നിലവിൽ വന്നു. ഓക്കെ, ദെൻ കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975ന്റെ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരമാണ്, 7 പ്രകാരമാണ് IGST എന്ത് ചെയ്തേക്കുന്നത്? വന്നേക്കുന്നത്, ഈ കസ്റ്റംസ് ആക്ടിനകത്ത് എടുത്തേക്കുന്നത്. ഓക്കെ, any article imported into India is liable to IGST at the rate applicable under section 5 of the IGST Act on a similar to supply in India. അതായത് ഇന്ത്യയിലേക്ക് ഒരു വ്യക്തി ഏതെങ്കിലും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ സപ്ലൈ ചെയ്തതായി കണക്കാക്കി അതിനു മുകളിൽ IGST എന്ത് ചെയ്യും? ചുമത്തും. ഇത് സെക്ഷൻ 5 പ്രകാരം. ഓക്കെ, IGST എന്തിനു മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യം, assessable value plus basic customs duty plus SWS. ഓക്കെ, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയുടെയും അസസബിൾ വാല്യൂവിന്റെയും ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെയും SWSന്റെ മുകളിലാണ് IGST ചാർജ് ചെയ്യുന്നത്. IGST is not payable on baggage. ബാഗേജിന് മുകളിൽ എന്തില്ല? IGST ഇല്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ആവുന്നത് ഇൻവേർട്ട് സപ്ലൈക്ക് മാത്രമാണ്. ഓക്കെ, then IGST is applicable on import of goods and service. Although import of service is not governed by the Customs Act. അതായത് കസ്റ്റംസ് ആക്ടിനകത്ത് ഗവൺ ചെയ്യാത്ത തരത്തിലുള്ള ഏതെങ്കിലും സേവനങ്ങളുടെ ഇറക്കുമതിക്കകത്തോ അല്ലെങ്കിൽ ഇത് ശ്രമിച്ചോണേ, IGST is applicable on import of goods and service. സാധനങ്ങളോ സേവനങ്ങളോ ഇറക്കുമതി ചെയ്യുമ്പോൾ IGST ബാധകമാവും. അടുത്ത ഇമ്പോർട്ട് ഓഫ് സർവീസ് ഈസ് നോട്ട് ഗവേൺഡ് ബൈ ദ കസ്റ്റംസ് ആക്ട്. കസ്റ്റംസ് ആക്ടിനകത്ത് വരത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു തന്നു, ഈ കസ്റ്റംസ് ആക്ടിനകത്ത് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റബിൾ ആയിട്ടുള്ളതും മൂവബിൾ ആയിട്ടുള്ള ഗുഡ്സ് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ സേവനങ്ങൾ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. പക്ഷെ IGST എന്തിനകത്ത് വരും? സേവനങ്ങൾ. IGSTക്ക് മുകളിൽ സേവനങ്ങൾ വരും. പക്ഷെ ഒരിക്കലും കസ്റ്റംസ് ആക്ടിനകത്ത് കസ്റ്റംസ് ഡ്യൂട്ടി എന്തിനു മുകളിൽ ചാർജ് ചെയ്യത്തില്ല? സേവനങ്ങൾക്ക് മുകളിൽ ചാർജ് ചെയ്യത്തില്ല. IGST is payable at the effective GST rate. IGST എന്തിനു മുകളിലായിരിക്കും ചാർജ് ചെയ്യുന്നത്? എഫക്റ്റീവ് GST റേറ്റുകൾക്ക് മുകളിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഓക്കെ, if exemption is given on interstate supply under the IGST Act, it is considered in IGST calculation for import. If exemption is given to interstate supply under IGST Act, IGST Act പ്രകാരം interstate supplyക്ക് exemption വല്ലതും ഉണ്ട് എങ്കിൽ it is considered in IGST calculation for import. ഇറക്കുമതി ചെയ്യുന്ന സമയത്തും ആ exemption നമ്മൾ എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. Sometimes exemption under IGST Act are subject to condition that cannot be fulfilled in case of import. Such conditions are ignored. അപ്പൊ ഇനി എന്താ? ഇറക്കുമതി ചെയ്യുന്ന IGST ആക്ട് പ്രകാരം എക്സംഷൻ കിട്ടണമെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ ആ കണ്ടീഷനെ ഇഗ്നോർ ചെയ്യാം. അപ്പൊ ഒറ്റക്കാര്യമുള്ളൂ, എക്സംഷൻ ഉള്ള ഒരു സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ആ എക്സംഷൻസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം?
കൺസിഡർ ചെയ്യണം. അതാണ് GST കോമ്പൻസേഷൻ സെസ്. GST കോമ്പൻസേഷൻ സെസ് എന്തിനു മുകളിലാണ് ചാർജ് ചെയ്യുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യം. ലക്ഷറി പ്രോഡക്റ്റുകൾക്ക് മുകളിലും ഡീമെറിറ്റ് കമ്മോഡിറ്റികൾക്ക് മുകളിലാണ് GST കോമ്പൻസേഷൻ സെസ് എന്ത് ചെയ്യുന്നത്? ചുമത്തുന്നത്. ലക്ഷറി പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഹൈ എൻഡ് കാറുകൾക്ക് മുകളിൽ, ഡീമെറിറ്റ് കമ്മോഡിറ്റീസ് എന്ന് വെച്ചാൽ പാൻ, ടൊബാക്കോ, എയറേറ്റഡ് ഡ്രിങ്ക്സ് ഇവയ്ക്ക് മുകളിലാണ് എന്ത് ചുമത്തുന്നത്? GST കോമ്പൻസേഷൻ സെസ് ചുമത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? ടു കോമ്പൻസേറ്റ് സ്റ്റേറ്റ് ഫോർ റവന്യൂ ലോസസ്. അതായത് GST വന്നപ്പോൾ സംസ്ഥാനങ്ങളുടെ നികുതിക്കകത്ത് കുറച്ച് കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കുറവുകൾ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആണ് GST കോമ്പൻസേഷൻ സെസ് ചുമത്തുന്നത്. ആ GST മനസ്സിലായ മക്കളെ? അതായത് GST വന്നത് കൊണ്ട് നമ്മുടെ സംസ്ഥാനങ്ങൾ നികുതി കുറഞ്ഞു. ആ നികുതി കുറഞ്ഞത് കൊടുക്കാം. ആ തുക കളക്ട് ചെയ്തത് ഇവിടെ നിന്നാണ്? ലക്ഷറി പ്രോഡക്റ്റിനും ഡീമറ്റ് കമ്മോഡിറ്റികൾക്കും മുകളിൽ നികുതി ചുമത്തിക്കൊണ്ടാണ് ആ തുക സെൻട്രൽ ഗവൺമെന്റ് കളക്ട് ചെയ്യുകയും അത് സംസ്ഥാനങ്ങൾക്ക് കോമ്പൻസേഷൻ സെസ് ആയിട്ട് കൊടുക്കുകയും ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. GST കോമ്പൻസേഷൻ സെസ് ചുമത്തുമ്പോഴുള്ള വാല്യൂ അസസബിൾ വാല്യൂ പ്ലസ് BCD പ്ലസ് SWC പ്ലസ് എനി അതർ സം ചാർജബിൾ അണ്ടർ എനി ലോ. ഓക്കെ, then anti-dumping duties. എന്താണ് anti-dumping duties? എന്താണ് ഡംപിംഗ് എന്നുള്ള കാര്യം നോക്കാം. Dumping occur when goods are exported by a country at a price lower than their normal value. Dumping occur, dumping ഉണ്ടാകുന്നത് when goods are exported by a country, ഒരു കൺട്രി എന്ത് ചെയ്യുന്നു? സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. അറ്റ് എ പ്രൈസ് ലോവർ ദാൻ ദർ നോർമൽ വാല്യൂ, അവിടെ ഉണ്ടായിരിക്കുന്ന വിലയെക്കാളും കുറഞ്ഞ വിലയ്ക്ക് ഒരു സാധനം പാർട്ടി എന്ത് ചെയ്യുകയാണ്? ഒരു രാജ്യം കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് എന്താ? ഡംപിംഗ്. ഇറ്റ് ഈസ് ആൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ദാറ്റ് ക്യാൻ ബി ഡിസ്റ്റോർട്ട് ഇന്റർനാഷണൽ ട്രേഡ്. ഇതൊരു അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ് ആണ്. കാരണം അത് അന്താരാഷ്ട്ര വാണിജ്യത്തെ തകർക്കും. അപ്പം ഇതിന്റെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയുടെ ഇതാണ് അതായത് ഡംപിംഗ് കൊണ്ട് ഇറക്കുമതി ചെയ്തേക്കുന്ന രാജ്യത്തിന്റെ നഷ്ടങ്ങൾ ട്രേഡ് പ്രാക്ടീസ്, ഫെയർ ട്രേഡ് പ്രാക്ടീസ്, റൂൾസ് കോമ്പറ്റീഷൻ. ഓക്കെ, ഒരു ഫെയർ കോമ്പറ്റീഷന്റെ റൂളായിട്ട് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. റിലീഫ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി അഗെയിൻസ്റ്റ് ദി ഇഞ്ചറി ഫേസ്ഡ് ബൈ ഡംപിംഗ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിനൊരു റിലീഫ് ഇതിനകത്തുനിന്ന് കിട്ടും. നോട്ട് എ മെഷർ ഓഫ് പ്രൊട്ടക്ഷൻ പെർ സെ. ഓക്കെ, അതെന്താണ് നമുക്കിനി പഠിക്കാം. Exported from outside normal value, the central government may impose anti-dumping duty. അതായത് ഒരു 10 രൂപയുടെ ഒരു സാധനം അമേരിക്കയിൽ 7 രൂപയ്ക്ക് നമ്മുടെ രാജ്യത്തോട്ട് കയറ്റി അയച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ആ സാധനത്തിന് മുകളിൽ ഒരു ഡ്യൂട്ടി, ഒരു നികുതി ചുമത്തും. അതിനെയാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, കസ്റ്റംസ് ടാരിഫ് ആക്ടിന്റെ സെക്ഷൻ 9 സബ്സെക്ഷൻ എ പ്രകാരം ഒരു നോട്ടിഫിക്കേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡ്യൂട്ടി ചുമത്തുന്നത്. ഓക്കെ, ഡ്യൂട്ടി കനോട്ട് എക്സീഡ് ദ മാർജിൻ ഓഫ് ഡംപിംഗ്. ഡ്യൂട്ടി ഒരിക്കലും ഡംപിംഗ് മാർജിന് മുകളിൽ പോകാൻ പാടില്ല. മാർജിൻ ഓഫ് ഡംപിംഗ് എത്ര ആയിരിക്കും? നോർമൽ വാല്യൂ മൈനസ് എക്സ്പോർട്ട് പ്രൈസ്. നോർമൽ വാല്യൂ മൈനസ് എക്സ്പോർട്ട് പ്രൈസ് ആണ് എന്താ? മാർജിൻ ഓഫ് ഡംപിംഗ്. നോർമൽ വാല്യൂ 10 രൂപയുടെ സാധനം എക്സ്പോർട്ട് ചെയ്തിരിക്കുന്ന വിലക്കാണ് 7 രൂപയാണ്. അപ്പോൾ 3 രൂപയാണ് മാർജിൻ ഓഫ് ഡംപിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര രൂപ വരെ ഇതിന്റെ ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കാം? 3 രൂപ വരെ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ആയിട്ട്. അതാണ് എക്സ്പോർട്ട് പ്രൈസ്. എന്താണ് എക്സ്പോർട്ട് പ്രൈസ്? Price at which
article is exported from the exporting country or territory. എക്സ്പോർട്ടിംഗ് കൺട്രിയിൽ നിന്നോ അല്ലെങ്കിൽ ടെറിട്ടറിയിൽ നിന്നോ കയറ്റുമതി ചെയ്തേക്കുന്ന സാധനത്തിന്റെ വിലയാണ് എക്സ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. If no export price exists or it is unreliable, export price may be constructed based on the price at which imported article is first resold to an independent. Export price ഇല്ല എങ്കിൽ ഈ സാധനം ഇറക്കുമതി ചെയ്തേക്കുന്ന ഈ സാധനം ഏറ്റവും ആദ്യമേ ഒരാൾക്ക് കൊടുക്കുമ്പോൾ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത് അതായിരിക്കും ഇതിന്റെ എക്സ്പോർട്ട് പ്രൈസ്. ഓക്കെ. If not resold independently, price determined reasonably under rule made under section 9A4. ഇനി ആ റീസോൾഡ് പ്രൈസ് നമുക്ക് കണക്കാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ 9A4 അല്ല 6 പ്രകാരമുള്ള റൂളിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. അടുത്താണ് നോർമൽ പ്രൈസ്. Comparable price in the ordinary course of trade for the like article when distinct for consumption in the exporting country determined under the rule of 9A6. നോർമൽ പ്രൈസ് എന്ന് വെച്ചാൽ എന്താ പറയുക മക്കളെ, എക്സ്പോർട്ട് ചെയ്തേക്കുന്ന കൺട്രികളിൽ ഈ സാധനങ്ങൾ സാധാരണ എത്ര രൂപയ്ക്കാണോ വിൽക്കുന്നത്, ഓക്കെ, ആ വിലയാണ് നമ്മൾ എന്ന് പറയുന്നത് നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ. There is no domestic sale effected or comparison is not possible. കമ്പാരിസൺ പോസിബിൾ അല്ല. അതായത് ആ രാജ്യത്ത് ആ സാധനം വിൽക്കുന്നില്ല, അവർ കയറ്റുമതി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എങ്കിൽ കമ്പയറബിൾ പ്രസന്റ് പ്രൈസ് വെൻ ദ എക്സ്പോർട്ട് ടു ആൻ അഫക്റ്റഡ് കൺട്രീസ്. ഇത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം മക്കളെ, വേറെ ഈ സാധനം വിൽക്കുന്ന വേറെ ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ ആ രാജ്യത്തെ വിലയുമായി ഇത് കമ്പയർ ചെയ്യണം. അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന രാജ്യത്തിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് അതിനോടൊപ്പം ഉണ്ടായിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സെല്ലിംഗ് ആൻഡ് ജനറൽ കോസ്റ്റുകളും പ്രോഫിറ്റും എല്ലാം കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഉണ്ടാക്കുന്ന ചെലവ് പ്ലസ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളെ പ്ലസ് ലാഭം കൂടെ ചെയ്യുന്നതായിരിക്കും നോർമൽ വാല്യൂ. ഓക്കെ. സ്പെഷ്യൽ കേസ്. If imported from a country other than a country of origin and the article is transshipped or not produced in the exporting country, normal value is based on the price in the country of origin. ചില സ്പെഷ്യൽ കേസുകളാണ് എങ്കിൽ ഓക്കെ, ഒരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്തു വേറൊരു രാജ്യത്തെത്തി, ആ രാജ്യത്ത് നിന്ന് അതെന്ത് ചെയ്തു വേറൊരു രാജ്യത്തിലേക്ക് കയറ്റുമതിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഉണ്ടായേക്കുന്ന രാജ്യത്തെ വില എത്രയാണോ അതായിരിക്കും. ഇപ്പം ബ്രസീലിൽ ഒരു സാധനം ഉത്പാദിപ്പിച്ചിട്ട് അമേരിക്കയിൽ വിറ്റു, അമേരിക്കക്കാർ അത് ഇന്ത്യക്ക് കൊടുത്തു, അമേരിക്ക ഈ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നതില്ല വിതരണം ചെയ്യുന്നതും ഇല്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബ്രസീലിൽ നിന്ന് ഉത്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന വിലയായിരിക്കും ഇതിനെ നോർമൽ വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. എപ്പോഴാണ് ഈ ആന്റി ഡംപിംഗ് ഡ്യൂട്ടികൾ ചാർജ് ചെയ്യുന്നത്? ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഈസ് ജനറലി ഇമ്പോസ്ഡ് വെൻ ദ ഇന്ത്യൻ മാനുഫാക്ചർ പ്രൊഡ്യൂസ് ദ സിമിലർ ആർട്ടിക്കിൾ. ഒരേ തരത്തിലുള്ള ആർട്ടിക്കിൾ ഇന്ത്യൻ മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് ചെയ്യുക, ആന്റി ഡംപിംഗ് ഡ്യൂട്ടികൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. 2, മേ ബി ഇമ്പോസ്ഡ് ഓൺ പ്രൊവിഷണൽ ബേസിസ്. ആദ്യം ഇത് വിലയിലായിരിക്കും ഇത് എന്ത് ചെയ്യുക, ഇമ്പോസ് ചെയ്യുക. ആഫ്റ്റർ ഫൈനൽ ഡിറ്റർമിനേഷൻ എക്സസ് കളക്ടഡ് മേ ബി റീഫണ്ടഡ് ഓർ അഡീഷണൽ ഡ്യൂട്ടീസ് റിക്കവേർഡ്. ഫൈനലായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് എക്സസ് ഡ്യൂട്ടി എന്ത് ചെയ്യും, ഒന്നെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. Then exporter specific, അതായത് ഒരു എക്സ്പോർട്ടർക്ക് ഓരോ എക്സ്പോർട്ടർക്കും ഓരോ തരത്തിലാണ്. ഇഫ് നോ ഡ്യൂട്ടി is imposed on exporter, no duty is payable. എക്സ്പോർട്ടർക്ക് മുകളിൽ ഡ്യൂട്ടി ചുമത്തിയിട്ടില്ലേ ഈ സാധനത്തിനും എന്ത് ചെയ്തില്ല, ഡ്യൂട്ടി ചുമത്തില്ല. ഓക്കെ. ഇനി അടുത്തത് സെക്ഷൻ 9B സബ്സെക്ഷൻ 1B ഓഫ് ദ കസ്റ്റംസ് താരിഫ് ആക്ട് എന്ന് പറയുന്നത് most
ചാർജ് അത് or retard establish of any industry in India. അതായത് ഇങ്ങനൊരു സാധനം ഇറക്കുന്നു, അപ്പൊ ഇന്ത്യയിലെ മോസ്റ്റ് ഫേവറേറ്റ് നേഷൻ എന്ന സാധനം ഇറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുകളിൽ ഡ്യൂട്ടി ചാർജ് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. ഡ്യൂട്ടി ചാർജ് ചെയ്യാം. എപ്പോഴാണ് ഇങ്ങനെ സാധനങ്ങൾ ഇറക്കുമ്പോൾ ഇന്ത്യയിലെ ഈ ഇൻഡസ്ട്രിക്ക് മുകളിൽ വലിയ പ്രതിസന്ധികൾ then always പറ്റും. Anti-dumping duty is in force for the 5 years. So the imposition can be extended from another 5 years. Anti-dumping dutyകൾ ഒരു 5 കൊല്ലം ചുമത്താം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 5 കൊല്ലം കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചുമത്താം. Duty levied on article imposed by 100% exposure unit unless specifically made applicable under section 9A. സെക്ഷൻ 9A പ്രകാരം അല്ല എങ്കിൽ 100% എക്കണോമിക് ഓറിയന്റഡ് യൂണിറ്റിലേക്ക് ഇറക്കുമതി ചെയ്തിരിക്കുന്ന സാധനത്തിന് മുകളിൽ ആന്റി ഡംപിംഗ് ഡ്യൂട്ടികൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ചാർജ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. എന്താണ് ഈ സേഫ് ഗാർഡ് ഡ്യൂട്ടി നോക്കാം. Central government may impose safeguard measures if it is satisfied that an article is imported into India in increased quantities and such article is imported so as to cause a threaten to cause serious injuries to the domestic industries. അതായത് ഒരു സാധനം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും വളരെ കൂടിയ അനുപാതത്തിൽ ആ സാധനങ്ങൾ അങ്ങനെ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടികൾ നമ്മൾ ചുമത്തുന്നത്. Okay, then a notification must be issued after conducting an inquiry before imposing safeguard duty. Safeguard dutyകൾ ചുമത്തുന്നതിന് മുമ്പ് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ദെൻ സാധാരണഗതിയിൽ ഈ പറയപ്പെടുന്ന സേഫ് ഗാർഡ് ഡ്യൂട്ടിയുടെ കാലയളവ് 4 കൊല്ലമാണ്. ഓക്കെ, ദെൻ സെൻട്രൽ ഗവൺമെന്റിന് ഇത് എന്ത് ചെയ്യാനെ കൊണ്ട് പറ്റും? എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അഗ്രിഗേറ്റ് പീരീഡ് ഒരിക്കലും 10 കൊല്ലത്തിൽ കൂടുതൽ പോകാനെ കൊണ്ട് പറ്റില്ല. ഓക്കെ, സേഫ് ഗാർഡ് ഡ്യൂട്ടി ഷാൽ നോട്ട് ഇമ്പോസ്. സേഫ് ഗാർഡ് ഡ്യൂട്ടി ഒരിക്കലും ചുമത്താൻ പറ്റത്തില്ല. എങ്ങനെയാണ് എങ്കിൽ the article is originating from a developing country or countries and aggregate import from such countries does not exceed. അതായത് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത്. ദെൻ ആ കൺട്രിയിൽ നിന്നുള്ള ഇറക്കുമതി, മൊത്തത്തിലുള്ള ഇറക്കുമതി താഴെ വെച്ച് കൂടാൻ പാടില്ല. വൺ ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ in share of import is less than 33% of the total import of that article into India. ഇന്ത്യയിലേക്ക് ആ രാജ്യം ഇറക്കുമതി ചെയ്തേക്കുന്ന മൊത്ത സാധനത്തിന്റെ 33% താഴെയാണ് ഈ പറയപ്പെടുന്ന എന്താണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി ബാധകമാവുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് എങ്കിൽ ആ രാജ്യത്തിന് മുകളിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി അടച്ചെടുക്കാനെ കൊണ്ട് പറ്റുകയില്ല. കൃത്യമായിട്ട് ഞാൻ പറയാം. ഇപ്പം നമ്മുടെ എന്താണ് പറയുന്നത്, ബ്രസീൽ എന്ന് പറയുന്ന ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരു സാധനം കയറ്റുമതി ചെയ്യുകയാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് അത് മോശമായി ബാധിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്തേക്കുന്ന സാധനം 20% മാത്രമാണ് ഇരിക്കട്ടെ. അവർ മൊത്തം നമ്മുടെ രാജ്യത്തേക്ക് കയറ്റുമതി ചെയ്തേക്കുന്ന സാധനത്തിന്റെ 20% മാത്രമാണ് ഈ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ബാധകമായിരിക്കുന്ന സാധനം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ സാധനത്തിന് മുകളിൽ എന്ത് ചെയ്യത്തില്ല?
ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ചാർജ് ചെയ്തില്ല. 33% മുകളിലാണെങ്കിൽ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ഓക്കെ. ദെൻ മോർ ദാൻ വൺ ആണെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ്, ഒന്നിലധികം ഡെവലപ്പിംഗ് കൺട്രികളിൽ നിന്നാണ് എങ്കിൽ അഗ്രിഗേറ്റ് ഇമ്പോർട്ട് ടോട്ടൽ ഇമ്പോർട്ടിന്റെ 93%. ഓക്കെ. Then provisional safeguard duty ഫൈനൽ പെൻഡിങ്ങിന് വേണ്ടി ഫൈനൽ ഡിറ്റർമിനേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും? മാറ്റം. അതായത് സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ ഇമ്പോസ് പ്രൊവിഷണൽ സേഫ്ഗാർഡ് ഡ്യൂട്ടി പെൻഡിങ് ഫൈനൽ ഡിറ്റർമിനേഷൻ. ഫൈനൽ ഡിറ്റർമിനേഷന് വേണ്ടി ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊവിഷണൽ സേഫ്ഗാർഡ് ഡ്യൂട്ടി ചുമത്തുന്നത്. അതായത് ഇപ്പം ആദ്യമേ തൽക്കാലം നിങ്ങൾ ഇത്രയും ശതമാനം അടച്ചിട്ട് പോകും, ഏറ്റവും അവസാനം വരുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ തൽക്കാലം അടച്ചിട്ട് പോകുന്ന പറയുന്ന സാധനത്താണ് പ്രൊവിഷണൽ സേഫ്ഗാർഡ് ഡ്യൂട്ടി. ഈ പ്രൊവിഷണൽ സേഫ്ഗാർഡ് ഡ്യൂട്ടി മാക്സിമം 200 ദിവസമാണ് നൽകാൻ പറ്റുക. അപ്പൊ 200 ദിവസത്തിനുള്ളിൽ ഫൈനൽ ഡിറ്റർമിനേഷൻ നടത്തണം. ഓക്കെ. Then safeguard duty is not applicable for import by economic oriented zone (EOU), export oriented unit. Okay, EOU or special economic zones unit. Okay. Then anti-dumping duty and safeguard duty are not considered for calculating IGST. വളരെ പ്രധാനപ്പെട്ട കാര്യം. IGST കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആന്റി ഡംപിംഗ് ഡ്യൂട്ടികളോ സേഫ്ഗാർഡ് ഡ്യൂട്ടികളോ എടുക്കത്തില്ല. സേഫ്ഗാർഡ് ഡ്യൂട്ടി ഈസ് പ്രോഡക്റ്റ് സ്പെസിഫിക്. ഓക്കെ. സേഫ്ഗാർഡ് ഡ്യൂട്ടി എന്താണ് മക്കളെ? പ്രോഡക്റ്റ് സ്പെസിഫിക് ആണ്. മറ്റേ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എക്സ്പോർട്ടർ സ്പെസിഫിക് ആണെന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? പഠിച്ചിരിക്കുന്നത്. ഓക്കെ. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എങ്ങനെയായിരുന്നു? എക്സ്പോർട്ടർ സ്പെസിഫിക്. ഇവിടെ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇതാണ് എക്സ്പോർട്ടർ സ്പെസിഫിക്. ഓക്കെ. ഇവിടെ സേഫ്ഗാർഡ് ഡ്യൂട്ടി ആണല്ലോ. സേഫ്ഗാർഡ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് സ്പെസിഫിക് ആണ്. അതാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി. അത് കസ്റ്റംസ് താരിഫ് ആക്ടിന്റെ സെക്ഷൻ 6-നും 7-നും അനുസരിച്ചാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടികൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ചുമത്തുന്നത്. ഓക്കെ. Imposed on imported goods or for protection of interest of any industry in India. ഇന്ത്യയിലെ ഏതെങ്കിലും വ്യവസായങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ചുമത്തുന്നത്. ഓക്കെ. ദെൻ അടുത്താണ് വാല്യുവേഷൻ. നമ്മൾ പറഞ്ഞു പലപ്പോഴും അസസബിൾ വാല്യൂ എന്ന്. അസസബിൾ വാല്യൂ എങ്ങനെയാണ്? വാല്യൂ ഓഫ് മെറ്റീരിയൽ ഉണ്ടാവും, അത് എക്സ് ഫാക്ടറി ബേസ്ഡായിരിക്കും. കാരേജ് ഫ്രൈറ്റ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ. അത് അപ് ടു പോർട്ട് ഓഫ് ഷിപ്മെന്റ് ഓഫ് ദ എക്സ്പോർട്ടേഴ്സ് കൺട്രി, കയറ്റുമതിക്കാരൻ്റെ ഷിപ്മെന്റിന് വേണ്ടിയുള്ള പോർട്ടിൽ എത്തിക്കുന്നതിനുണ്ടായ ചിലവാണ്. എന്നിട്ട് ചാർജിങ് ഫോർ ലോഡിൽ കയറ്റാനൊക്കെ ഉള്ളത്. ഓക്കെ. ദെൻ FOB, ഫ്രീ ഓൺ ബോർഡ്. ഫ്രീ ഓൺ ബോർഡ് എന്ന് വെച്ചതാണ് ഇത് മൂന്നും കൂടെ ചേരുന്നതാണ്. ഏതൊക്കെയാണ്? വാല്യൂ ഓഫ് മെറ്റീരിയൽ, കാരേജ്, ചാർജിങ് ഫോർ ലോഡിങ്. അതായത് ഈ സാധനം കപ്പലിൽ കയറ്റുന്നിടം വരെ ഉണ്ടായിരിക്കുന്ന ചിലവിനെയാണ് ഫ്രീ ഓൺ ബോർഡ്. ഓക്കെ. ദെൻ ഉള്ളിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ താഴെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യണം. കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് എന്തിൻ്റെയാണ്? ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ബൈങ് കമ്മീഷൻ എടുക്കത്തില്ല. ദെൻ പാക്കിംഗ് കോസ്റ്റ്. ഓക്കെ. അതായത് നല്ല ഇത് പക്കയായിട്ടൊന്ന് പാക്ക് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയുള്ള കോസ്റ്റ് ഓഫ് എഞ്ചിനീയറിംഗ് ഡെവലപ്മെന്റിങ് പ്ലാൻസ് ആൻഡ് സ്കെച്ചസ്. ഓക്കെ. ഇന്ത്യക്ക് വെളിയിൽ വെക്കാനുള്ളത്. റോയൽറ്റി ആൻഡ് ലൈസൻസ് ഫീസ്. ദെൻ വാല്യൂ ഓഫ് സബ്സിക്വന്റ് റീസെയിൽ. ഓക്കെ. അതെപ്പോഴേ ബാധകമാകത്തുള്ളൂ? ഫോറിൻ സപ്ലയേഴ്സിന് കൊടുക്കാനുള്ളതാണ്. ദെൻ വാല്യൂ ഓഫ് മെറ്റീരിയൽ സപ്ലൈഡ് ബൈ ദ ബയർ, അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ദെൻ FOB വാല്യൂ ആസ് പെർ കസ്റ്റംസ് എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും. ദെൻ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫ്രൈറ്റ്, വളരെ പ്രധാനപ്പെട്ട കാര്യം. ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫ്രൈറ്റ് കൃത്യമായി പറഞ്ഞിട്ടില്ല എങ്കിൽ ഫ്രീ ഓൺ ബോർഡിന്റെ 20% ആയിരിക്കണം. ഓക്കെ. എയർപോർട്ട് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ അത് മാക്സിമം എത്ര ആയിരിക്കും മക്കളെ? 20% ആയിരിക്കണം. ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫ്ലൈറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ 20% ഓഫ് FOB ഓർത്തോണം. ഓക്കെ. ഷിപ്പ് ഡെപ്മർജർ ചാർജ് ചാർട്ടേഡ് വെസൽസിനോ ലിറ്ററേച്ചറിനോ ബാരേജ് ചാർജൊക്കെ ആയിരിക്കാം. ആക്ച്വൽ ഇൻഷുറൻസ് ചാർജ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ FOB വാല്യൂവിന്റെ
1.125 ആയിരിക്കും. ഓക്കെ, കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ് ഫ്രൈറ്റ് ഒക്കെ എന്തിന്റെ മുകളിലായിരിക്കും? അസസ്ഡ് വാല്യൂവിന്റെ നിശ്ചിത ശതമാനം ആയിരിക്കും. ഓക്കെ, so now we discuss about the transaction value. Transaction value is equal to FOB plus a few adjustments. ഫ്രീ ഓൺ ബോർഡിന്റെ കൂടെ ചില അഡ്ജസ്റ്റ്മെന്റുകളുമാണ്. ഫ്രീ ഓൺ ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ചാർജബിൾ ബൈ ദ ഫോറിൻ സപ്ലയർ ടു പർച്ചേസ് ഇൻക്ലൂഡ് ചാർജ് അപ് ടു ദ സ്റ്റേജ് ഓഫ് ഗുഡ്സ് ആർ ഷിപ്ഡ് ആൻഡ് ദിസ് പാസസ് ടു ഇന്ത്യൻ പർച്ചേസർ. എന്ന് വെച്ചാൽ എന്താണ്? സാധനങ്ങൾ കപ്പലിൽ കയറ്റി വെക്കുന്നതാണ് പോലുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, then situation of calculation. ട്രാൻസാക്ഷൻ വാല്യൂ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ FOB പ്ലസ് അഡ്ജസ്റ്റ്മെന്റ്സ്. ഓക്കെ, ദെൻ ട്രാൻസാക്ഷൻ വാല്യൂ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ സെക്ഷൻ റൂൾ 429 ആയിരിക്കും എന്ത് ചെയ്യുക? ബാധകമാകുക. അപ്പം ട്രാൻസാക്ഷൻ വാല്യൂ കസ്റ്റംസ് വാല്യൂഷന് വേണ്ടി നോക്കാം. വെൻ ട്രാൻസാക്ഷൻ വാല്യൂ ഇസ് നോട്ട് റിജക്റ്റഡ്, ട്രാൻസാക്ഷൻ വാല്യൂ റിജക്ട് ചെയ്തിട്ടില്ല എങ്കിൽ transaction value is generally rejected if the buyer and seller are related or when the price is not the sole consideration for the sale. അതായത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് റിജക്റ്റഡ് ആവുന്നത്? ബയറും സെല്ലറും റിലേറ്റഡ് ആവുമ്പോൾ, ബയർ ആൻഡ് സെല്ലർ റിലേറ്റഡ് ആവുമ്പോൾ എന്തായിരിക്കും മക്കളെ? ട്രാൻസാക്ഷൻ വാല്യൂ റിജക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പ്രൈസ് മാത്രമല്ല എന്താണ് ഈ കരാറിന്റെ ഒരു കൺസിഡറേഷൻ കിട്ടുന്ന ബെനിഫിറ്റ് എന്നുണ്ടെങ്കിലും ഈ പറയപ്പെടുന്ന ട്രാൻസാക്ഷൻ വാല്യൂ റിജക്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ ട്രാൻസാക്ഷൻ വാല്യൂ റിജക്റ്റ് ചെയ്തിട്ടില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ താഴെ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, കോസ്റ്റ് ഇൻക്ലൂഡ് ബൈ ദ ബയർ ബട്ട് നോട്ട് ഇൻക്ലൂഡ് ഇൻ പ്രൈസ്. കോസ്റ്റ് ബയർക്ക് ഉണ്ടായിരിക്കുന്ന മൊത്തം കോസ്റ്റ് അതിനോട് എന്തൊക്കെ ഉണ്ടാവണം? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കമ്മീഷൻ, കോസ്റ്റ് ഓഫ് കണ്ടെയ്നേഴ്സ്, വാല്യൂ ഓഫ് പാക്കേജ്. ഇതൊന്നും വലിയ പ്രാധാന്യമില്ല കാറ്റിന്, ഇത് ഇന്റർമീഡിയറ്റ് ലെവലാണ് പ്രാധാന്യം. വാല്യൂ ഓഫ് ഫ്രീ ഓർ കൺസെഷണൽ ഗുഡ്സ് ഓർ സർവീസ് സപ്ലൈഡ് ബൈ ദ ബയർ. ഓക്കെ, then royalty license fees, then value proceed for subsequently occurring to the seller, other payment as a condition for sale. Okay, when transaction value is rejected, അതാണല്ലോ പ്രധാനം. Okay, transaction value may be rejected by the appropriate customs authority in the following cases. താഴെ പറയുന്ന സാഹചര്യങ്ങളിലായിരിക്കും ട്രാൻസാക്ഷൻ വാല്യൂ എന്ത് ചെയ്യുന്നത്? റിജക്ട് ചെയ്യുന്നത്. റിസ്ട്രിക്ഷൻ ഓൺ ഡിസ്പോസിഷൻ ഓർ യൂസ് ഓഫ് ഗുഡ്സ്. there are restriction on how the buyer can use or dispose the imported goods. അതായത് എങ്ങനെയാണ് ഈ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ചില റിസ്ട്രിക്ഷൻസ് ഉണ്ട്. ദെൻ സെയിൽസ് പ്രൈസ് സബ്ജക്ട് ടു കണ്ടീഷൻസ്. സെയിൽസ് പ്രൈസ് കണ്ടീഷൻസുകൾക്ക് അനുസരിച്ചായിരിക്കും. സെയിൽസ് പ്രൈസ് ഈസ് സബ്ജക്ട് ടു കണ്ടീഷൻ ഓർ കൺസിഡറേഷൻ for which value cannot be determined or price is not sole consideration for sales. വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റത്തില്ല, വില കൃത്യമായി കണക്കാക്കാനും പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ചില കണ്ടീഷനുകളുണ്ട്. ഓക്കെ, ദെൻ ബയർ ആൻഡ് സെല്ലർ ഇൻ റിലേഷൻഷിപ്പ്. ബയറും സെല്ലറും റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റിലേറ്റഡ് ആണ്. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അപ്പൊ ഈ മൂന്ന് സാഹചര്യങ്ങളിലാണ് ട്രാൻസാക്ഷൻ വാല്യൂ റിജക്റ്റ് ചെയ്യുന്നത്. Conversion of transaction value into Indian rupee. Transaction value of importer or export good must be converted into Indian currency for the purpose of customs valuation. Custom valuation വേണ്ടി ഈ ട്രാൻസാക്ഷൻ വാല്യൂവിനെ ഇന്ത്യൻ വാല്യൂയിലേക്ക് എന്ത് ചെയ്യണം? മാറ്റണം. ഓക്കെ, ദെൻ കൺവേർഷൻ എന്നാണ്, ഏത് റേറ്റിലാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ഏത് റേറ്റിലാണ് കൺവേർഷൻ നടത്തേണ്ടത്? കൺവേർഷൻ ഷാഡ് ബി ഡൺ യൂസിംഗ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ഇൻ ഫോഴ്സ് ഓൺ ദ ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് bill of entry or shipping bill or bill of export. Okay, അപ്പോൾ ബിൽ ഓഫ് എൻട്രിയുടെ ഡേറ്റ് ആണോ, ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്തിരിക്കുന്ന ഡേറ്റിലല്ലേ അത് എക്സ്പോർട്ട് ബിൽ അല്ലെങ്കിൽ ഷിപ്പിംഗ് ബിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന ഡേറ്റിലെ റേറ്റ് ആണോ? ഓക്കെ, ആ റേറ്റിലായിരിക്കും. ഇപ്പം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ബിൽ അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്പോർട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഡേറ്റിലെ റേറ്റ് എടുക്കും. ദെൻ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ബിൽ ഓഫ് എൻട്രി പ്രസന്റ് ചെയ്തിരിക്കുന്ന ഡേറ്റിലെ റേറ്റ് എടുക്കും. അതോറിറ്റി ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്, അത് CBIC ആണ്. ഓക്കെ, അടുത്തത്
സെൽഫ് അസസ്മെന്റ് കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി നമ്മൾ എങ്ങനെയാണ് സ്വന്തമായിട്ട് കണക്കാക്കുന്നത്? So we discuss സെൽഫ് അസസ്മെന്റ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടീസ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? 2011 ഫിനാൻസ് ആക്ട് പ്രകാരമാണ് സെൽഫ് അസസ്മെന്റ് സിസ്റ്റം എന്ത് ചെയ്തിരിക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടിന്റെയും എക്സ്പോർട്ടിന്റെയും സമയത്ത് ഇത് ബാധകമാണ്. ആദ്യമേ സെൽഫ് അസസ്മെന്റ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ഓർ ഷിപ്പിംഗ് ബിൽ. ഇമ്പോർട്ടർ ഇറക്കുമതിക്കാരൻ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യണം. എക്സ്പോർട്ടർ എന്ത് ചെയ്യണം, ഷിപ്പിംഗ് ബില്ലുകൾ ഫയൽ ചെയ്യണം. ഓക്കെ, ഇമ്പോർട്ടർ ഫയൽ ചെയ്യേണ്ടത് എന്താണ് മക്കളെ, ബിൽ ഓഫ് എൻട്രി ആണ്. ഓക്കെ, എക്സ്പോർട്ടർ ഫയൽ ചെയ്യേണ്ടത് എന്താണ് മക്കളെ, ഷിപ്പിംഗ് ബിൽ ആണ്. മോഡ് ഓഫ് സബ്മിഷൻ, ബിൽ മസ്റ്റ് ബി ഇലക്ട്രോണിക്കലി സബ്മിറ്റഡ് ഇൻ ഓൾ കേസസ്. എല്ലാ സാഹചര്യങ്ങളിലും ബിൽ എങ്ങനെയായിരിക്കണം ഫയൽ ചെയ്യേണ്ടത്, ഇലക്ട്രോണിക്കലായിട്ടായിരിക്കണം സബ്മിറ്റ് ചെയ്യണം. അപ്പം മോഡ് ഓഫ് സബ്മിഷൻ എങ്ങനെയാണ്, ബിൽ ഓഫ് എൻട്രി ആയാലും ഷിപ്പിംഗ് ബില്ലായാലും എങ്ങനെയായിരിക്കും സബ്മിറ്റ് ചെയ്യുക, ഇലക്ട്രോണിക്കലി ആയിരിക്കും. ഒറ്റ ആൻസർ ഇലക്ട്രോണിക്കലി ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ കസ്റ്റംസോ കമ്മീഷണറോ പറയും നിങ്ങൾ മാനുവലായിട്ട് സബ്മിറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മാത്രം മാനുവലായിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ നോർമലി ഒരു ചോദ്യം വരുവാണെങ്കിൽ ഇലക്ട്രോണിക്കലി ആയിരിക്കണം സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്തായിരിക്കണം, സെൽഫ് അസസ്മെന്റ് ബൈ ദ ഇമ്പോർട്ടർ ഓർ എക്സ്പോർട്ടർ. അവരുടെ എത്ര ഡ്യൂട്ടി അടയ്ക്കാനുള്ളതെന്നുള്ള ഡ്യൂട്ടി പേബിൾ എത്രയാണെന്ന് സ്വന്തമായിട്ട് കണക്കാക്കണം. ദെൻ വേരിഫിക്കേഷൻ ഓഫ് പ്രോപ്പർ ബൈ ദ പ്രോപ്പർ ഓഫീസർ. പ്രോപ്പർ ഓഫീസർ ഇതിനെ എന്ത് ചെയ്യണം, വേരിഫൈ ചെയ്യണം. എ പ്രോപ്പർ ഓഫീസർ മേ വേരിഫൈ ദ സെൽഫ് അസസ്മെന്റ് ബൈ എക്സാമിനിങ് ഓർ ടെസ്റ്റിംഗ് ദ ഗുഡ്സ്. ഗുഡ്സുകൾ ടെസ്റ്റ് ചെയ്തോ എക്സാമിൻ ചെയ്തോ എന്ത് ചെയ്യണം മക്കളെ, പ്രോപ്പർ ഓഫീസർ ഇത് വേരിഫൈ ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി പ്രോപ്പർ ഓഫീസർ എന്തൊക്കെ ചെക്ക് ചെയ്യാം, കോൺട്രാക്ടർ, ബ്രോക്കേഴ്സ് നോട്ട്, ഇൻഷുറൻസ് പോളിസീസ്, കാറ്റലോഗ്, മറ്റെന്തെങ്കിലും ഡോക്യുമെന്റ്സുകൾ ഉണ്ട് എങ്കിൽ അവയൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, റീഅസസ്മെന്റ് സമയത്ത് വേണമെങ്കിൽ ബിൽ ഓഫ് എൻട്രി പ്രോപ്പർ ഓഫീസർക്ക് റീഅസസ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യാം, അസസ് ചെയ്യാം. ഓക്കെ, അതായത് ഒരിക്കൽ അസസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ബിൽ ഓഫ് എൻട്രി വീണ്ടും അസസ് ചെയ്യാൻ വെച്ചതാണ് അതിന്റെ മൂല്യം എടുക്കാം. ഓക്കെ, റീഅസസ് ചെയ്തതെന്ന് പറയാനെ കൊണ്ട് പറ്റുകയില്ല. If the importer or exporter accept in writing the reassessment made by the officer, no formal order is required. Okay, അതായത് നമ്മളെ പ്രോപ്പർ ഓഫീസർ അസസ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ റീഅസസ് ചെയ്തേക്കുന്ന വാല്യൂ ഇമ്പോർട്ടർ അല്ലെങ്കിൽ എക്സ്പോർട്ടർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നീട് അതിന് ഫോർമലായിട്ടുള്ള ഓർഡറുകളൊന്നും ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഓക്കെ, ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ ഷിപ്പിംഗ് ബില്ല് തന്ന് 15 ദിവസത്തിനുള്ളിൽ ഓഫീസർ എന്ത് ചെയ്തിരിക്കണം, ഒരു സ്പീക്കിംഗ് ഓർഡർ ഇഷ്യൂ ചെയ്തിരിക്കണം. അതായത് ഇപ്പോൾ 10,000 രൂപയുടെ ഒരു സാധനമാണ്, പ്രോപ്പർ ഓഫീസർ അത് വാല്യൂ ചെയ്ത് വന്നപ്പോൾ 12,000 രൂപയായി. 12,000 രൂപയായി, ഓക്കെ ശരി ആയിക്കോട്ടെ എന്ന് ഇമ്പോർട്ടറോ എക്സ്പോർട്ടറോ പറയുകയാണെങ്കിൽ പിന്നെ വേറെ ഓർഡറുകളൊന്നും ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ 12,000 രൂപ എന്നുള്ള കാര്യം ഇമ്പോർട്ടറോ എക്സ്പോർട്ടറോ എന്ത് ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ പറയുന്നത് ഞങ്ങളുടെ സാധനത്തിന് 10,000 രൂപ മാത്രമേ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബിൽ ഓഫ് എൻട്രി അല്ലെങ്കിൽ ഷിപ്പിംഗ് ബില്ല് റീഅസസ് ചെയ്ത ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡേറ്റിനുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ ഒരു സ്പീക്കിംഗ് ഓർഡർ ആര് ഇഷ്യൂ ചെയ്യണം, പ്രോപ്പർ ഓഫീസർ ഇഷ്യൂ ചെയ്യണം. ഓക്കെ, ഇനി ഓഡിറ്റ് ഓഫ് സെൽഫ് അസസ്മെന്റ്. സെൽഫ് അസസ്മെന്റ് എന്ത് ചെയ്യാം, ഓഡിറ്റ് ചെയ്യാം. ഇഫ് ഗുഡ്സ് ആർ നോട്ട് ടേക്കൺ അപ്പ് ഫോർ വെരിഫിക്കേഷൻ ദേ മേ ബി ക്ലിയർഡ് ഫ്രം കസ്റ്റംസ്. ഓക്കെ, വെരിഫിക്കേഷൻ എടുത്തോണ്ട് പോയിട്ടില്ലെങ്കിൽ അത് കസ്റ്റംസ് എന്ത് ചെയ്തോളും, ക്ലിയർ ചെയ്യുമോ. ലെറ്റർ പ്രോപ്പർ ഓഫീസർ മേ കണ്ടക്ട് ആൻഡ് ഓഡിറ്റ് ദ ഡ്യൂട്ടി അസസ്മെന്റ് either the importer's premises or the office of the proper officer. അപ്പം ഈ പ്രോപ്പർ ഓഫീസർക്ക് ഇനി ഓഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഓഫീസറിന്റെ ഓഫീസിൽ വിളിപ്പിച്ചിട്ട് ഓഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ സാധനം ഇരിക്കുന്ന ഇമ്പോർട്ടറിന്റെ സ്ഥലത്ത് കൊണ്ടിരുന്നു എന്ത് ചെയ്യാം, ഓഡിറ്റ് ചെയ്യാം. ബേസ്ഡ് ഓൺ സച്ച് ഓഡിറ്റ് ഡിമാൻഡ് ഫോർ ഡിഫറൻഷ്യൽ ഡ്യൂട്ടീസ് ആൻഡ് ഇൻട്രസ്റ്റ് മേ ബി റേസ്ഡ് ആൻഡ് ഈവൻ പെനാൽറ്റി മേ ബി ഇമ്പോസ്ഡ് ഫോർ ഷോർട്ട് പേയ്മെന്റ്. ഓക്കെ, അതായത് ഈ ഓഡിറ്റുകളെ ആശ്രയിച്ചിട്ട് ഡിഫറൻഷ്യൽ ആയിട്ടുള്ള ഡ്യൂട്ടികളോ ഇൻട്രസ്റ്റുകളോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിമാൻഡ് ചെയ്യാം, പെനാൽറ്റി വേണമെങ്കിലും ചുമത്താം. Then provisional assessment under section 18 subsection 1 clause A. ഇതിനകത്തൊന്നും വലിയ ചോദ്യങ്ങളൊന്നും ഒരിക്കലും ക്യാറ്റിന് അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. If importer or exporter cannot determine the duty liability or make self assessment
ഫോർ എനി റീസൺ, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡ്യൂട്ടികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മേക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, സെൽഫ് അസസ്മെന്റ് നടത്താൻ പറ്റില്ലെങ്കിൽ, ദേ മേ റിക്വസ്റ്റ് ഫോർ ദ പ്രോപ്പർ ഓഫീസർ ടു ആക്സസ് ദ ഡ്യൂട്ടി. ഞങ്ങളുടെ ഡ്യൂട്ടി ഒന്ന് കണ്ടുപിടിച്ച് തരുമെന്നും പ്രോപ്പർ ഓഫീസറിനോട് എന്ത് ചെയ്യാം, ചോദിക്കും. The officer may resort to the provisional assessment by asking importer or exporter to furnish the security for the differential duties between provisionally assessed and final payable duties. ഓക്കെ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രോപ്പർ ഓഫീസർക്ക് പറയാം ഈ പ്രൊവിഷണൽ അസസ്മെന്റിനകത്ത് അടച്ച ഡ്യൂട്ടിയും ആക്ച്വൽ ഡ്യൂട്ടിയും നമ്മളൊരു വ്യത്യാസത്തിന് വേണ്ടി നിങ്ങളൊരു എന്തെങ്കിലും ഒരു തുക ഈടായിട്ട് വെക്കാൻ, സെക്യൂരിറ്റി ആയിട്ട് വെക്കാനും കൊണ്ട് ആവശ്യപ്പെടാം. ഓക്കെ, ദിസ് ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ ഡിസേർവിംഗ് കേസസ്. ആവശ്യമുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. ബട്ട് ദ അസസ്മെന്റ് കനോട്ട് ബി മെയ്ഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഓർ ഡോക്യുമെന്റ് സോ ടു ആൻഡ് നോട്ട് ആസ് എ റുട്ടീൻ പ്രാക്ടീസ്. ഓക്കെ, അപ്പം എപ്പോഴാണ് ഇങ്ങനെ സെക്യൂരിറ്റി ഒക്കെ വെക്കാനെ കൊണ്ട് പറയുന്നത്, ഒന്ന് ഈ ഇൻഫർമേഷൻ, അതിന്റെ വാല്യൂ കിട്ടാനൊക്കെയുള്ള ഇൻഫർമേഷനുകളൊന്നും, വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷനുകളൊന്നും നമുക്ക് ലഭ്യമല്ല, അല്ലെങ്കിൽ ഇങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുന്ന റുട്ടീൻ കേസ് അല്ല എങ്കിലാണ് സെക്യൂരിറ്റികളൊക്കെ വെക്കാനെ കൊണ്ട് പറയുന്നത്. ഓക്കെ, പ്രൊവിഷണൽ അസസ്മെന്റ് ഇൻ ടു സിറ്റുവേഷൻ, രണ്ട് സാഹചര്യങ്ങളുള്ള പ്രൊവിഷണൽ അസസ്മെന്റ്. സെൽഫ് അസസ്മെന്റ് നടന്നിട്ടില്ല എങ്കിൽ അത് ഫൈനൽ അസസ്മെന്റ് ആയിട്ട് പോകും. ഓക്കെ, സെൽഫ് അസസ്മെന്റ് നേരത്തെ ചൊവ്വേ നടന്നിട്ടില്ല. സെൽഫ് അസസ്മെന്റ് ഈസ് ഡൺ ബട്ട് റീ അസസ്മെന്റ് ഈസ് റിക്വയർഡ്. സെൽഫ് അസസ്മെന്റ് നടന്നിട്ടുണ്ട്, റീ അസസ്മെന്റ് ആവശ്യമാണ്. അതായത് സെൽഫ് അസസ്മെന്റ് നേരെ ചൊവ്വേ നടന്നിട്ടില്ല എങ്കിൽ അതിനെ റീ അസസ്മെന്റ് ആയിട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഇനി ഇറക്കുമതി ചെയ്യുമ്പോഴുണ്ടാവുന്ന പ്രൊസീജിയർ നോക്കാം. The person in charge of the conveyance bringing goods into India must submit an import manifest or an import report. ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ആരാ കൊടുക്കുന്നത്? വിമാനത്തിലോ കപ്പലിലോ വരുവാണെങ്കിൽ ഇമ്പോർട്ട് മാനിഫെസ്റ്റ് കൊടുക്കണം. വെഹിക്കിളിലോ ട്രെയിനിലോ ആണ് വരുന്നതെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ പേഴ്സൺ ഇൻ ചാർജ് ആരാണുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചോണം. ബസ്സിലാണെങ്കിൽ മാസ്റ്റർ, എയർക്രാഫ്റ്റ് ആണെങ്കിൽ കമാൻഡർ അല്ലെങ്കിൽ പൈലറ്റ് ഇൻ ചാർജ്, ട്രെയിൻ ആണെങ്കിൽ കണ്ടക്ടർ അല്ലെങ്കിൽ ഗാർഡ്, മറ്റേതെങ്കിലും കൺവേഴ്സിലാണെങ്കിൽ ഡ്രൈവർ അല്ലെങ്കിൽ പേഴ്സൺ ഇൻ ചാർജ് ആയിരിക്കും. എൻട്രി, ഇൻവേഡ് ആൻഡ് അൺലോഡിംഗ് കാർഗോ നോക്കാം. ആഫ്റ്റർ സബ്മിഷൻ ഓഫ് ഇമ്പോർട്ട് മാനിഫെസ്റ്റ്, കസ്റ്റംസ് ഓഫീസർ ഗ്രാന്റ് എൻട്രി ഇൻവേഡ്സ് ടു ദ വെസൽ. ഓക്കെ, അതായത് ഇമ്പോർട്ട് മാനിഫെസ്റ്റ് ഒക്കെ നൽകിയതിനു ശേഷം കസ്റ്റം ഓഫീസർ എന്ത് ചെയ്യും, എൻട്രി ഇൻവേഡുകൾ നൽകും. അൺലോഡിംഗ് ഓഫ് കാർഗോ ക്യാൻ സ്റ്റാർട്ട് ഓൺലി ആഫ്റ്റർ എൻട്രി ഇൻവേഡ് ഹാസ് ബീൻ ഗ്രാൻഡഡ്. സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് എപ്പോഴാണ്? എൻട്രി ഇൻവേഡുകൾ നൽകിയതിനു ശേഷം മാത്രമാണ്. എൻട്രി ഇൻവേഡ് ക്യാൻ ബി ഗീവൻ ഓൺലി വെൻ berthing accommodation is available at the port. പോർട്ടിൽ സാധനങ്ങൾ ഇറക്കി വെക്കാനൊക്കെയുള്ള സ്ഥലം, ബർത്തിങ് അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും എൻട്രി ഇൻവേഡുകൾ നൽകുക. If there is a heavy congestion, berthing may not be available, the entry invade cannot be granted. അത് ഭയങ്കര തിരക്കാണെങ്കിൽ പോർട്ടിലേക്ക് ആൾക്കാരെ അടുപ്പിക്കുന്നില്ലെങ്കിൽ എൻട്രി ഇൻവേഡ്സുകൾ എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. എൻട്രി ഇൻവേഡ്സ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അൺലോഡിംഗ് ഓഫ്. എന്തൊക്കെ സാധനങ്ങൾ അൺലോഡ് ചെയ്യുമ്പോഴാണ് എൻട്രി ഇൻവേഡുകൾ ആവശ്യമല്ലാതെ വരുന്നത്? Baggages, meal baggages, animals, perishable goods, hazardous goods. Then, bill of entry for home consumption. The importer must electronically submit a bill of entry giving details of goods being imported along with the required document. അപ്പോൾ ഈ ഇമ്പോർട്ടർ എന്തായിരിക്കണം? ബിൽ ഓഫ് എൻട്രി ഇലക്ട്രോണിക്കലായിട്ടായിരിക്കണം സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, a bill of entry for home consumption is used when the imported goods are to be cleared for use or consumption within India. Bill of entry for home consumption എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഇന്ത്യയിലേക്ക് ഈ സാധനം കൊണ്ടുവന്നിരിക്കുന്ന സാധനം ഇന്ത്യയിൽ ഉപയോഗിക്കാനായിക്കൊണ്ടാണ് എങ്കിൽ മാത്രമാണ് എന്തുപയോഗിക്കുന്നത്? ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ ഉപയോഗിക്കുന്നത്. ഗുഡ്സ് ആർ റിലീസ്ഡ് ആഫ്റ്റർ ദ പേയ്മെന്റ് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചതിന് ശേഷം മാത്രമേ ഗുഡ്സുകൾ റിലീസ് ചെയ്യത്തുള്ളൂ. Then bill of entry for warehousing. വെയർഹൗസിങ്ങിന് വേണ്ടിയുള്ള ബിൽ ഓഫ് എൻട്രി. ഓക്കെ, ബിൽ ഓഫ് എൻട്രി ഒന്നെങ്കിൽ ഹോം കൺസംഷന് വേണ്ടി ഫയൽ ചെയ്യാം, അല്ലെങ്കിൽ വെയർഹൗസിങ്ങിന് വേണ്ടി ഫയൽ ചെയ്യാം. ഓക്കെ, അപ്പം ഹോം കൺസംഷന് വേണ്ടിയാണെങ്കിൽ അന്നേരം തന്നെ സാധനം ഇന്ത്യയിൽ കൺസ്യൂം ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഈ സാധനങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ഈ സാധനങ്ങൾ എവിടെ കൊണ്ടുവെക്കും മക്കളെ? കെപ്റ്റ് ഇൻ എ ബോണ്ടഡ് വെയർഹൗസ്. ഒരു ബോണ്ടഡ് വെയർഹൗസിൽ പേയ്മെന്റുകൾ, ഡ്യൂട്ടികളൊന്നും അടയ്ക്കാതെ നമ്മൾ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും.
ബോണ്ടഡ് വെയർ ഹൗസ് എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റംസ് അതോറിറ്റിയായിട്ട് എഗ്രിമെന്റുകളുള്ള അടച്ചുറപ്പുള്ള സ്ഥലം. അടുത്തത്, when the importer later want to use or sell them, the goods can be cleared from the warehouse for home consumption. ഇപ്പൊ ഈ വെയർ ഹൗസിൽ സൂക്ഷിക്കുന്ന സാധനങ്ങൾ പിന്നീട് നമുക്ക് ഉപയോഗത്തിന് ആവശ്യമായി വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഹോം കൺസംഷന് വേണ്ടി ക്ലിയർ ചെയ്യും. ഓക്കെ, then customs duty is payable as per the rate of duty prevailing on the date of the bill of entry for home consumption is presented. ഹോം കൺസംഷന് വേണ്ടി പ്രസന്റ് ചെയ്തേക്കുന്ന ഡേറ്റ് ഓഫ് എൻട്രിയുടെ അന്നത്തെ റേറ്റ് ആയിരിക്കും ബിൽ ഓഫ് എൻട്രിയുടെ അന്നത്തെ ഡേറ്റ്. അതായത് ഹോം കൺസംഷന് വേണ്ടി പ്രസന്റ് ചെയ്തേക്കുന്ന ബിൽ ഓഫ് എൻട്രി ഇല്ലയോ, ആ ബിൽ ഓഫ് എൻട്രി എന്നാണോ പ്രസന്റ് ചെയ്തേക്കുന്നത് ആ ഡേറ്റിലെ റേറ്റ് ആയിരിക്കും കസ്റ്റംസ് ഡ്യൂട്ടി ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? അടയ്ക്കേണ്ടത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? പോവുകയാണ്. നമുക്ക് നോക്കാം. Self-assessment of customs duty. The importer must file the bill of entry electronically on self-assessment. Okay, self-assessment വേണ്ടി ഇമ്പോർട്ടർ എന്ത് ചെയ്യണം? ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യണം. He must submit the document as per the checklist and comply with the CCR, compulsory compliance requirement. അദ്ദേഹം എന്ത് ചെയ്യും? ഈ ഡോക്യുമെന്റുകളെല്ലാം ചെക്ക് ചെയ്യും. ആ ചെക്ക് ലിസ്റ്റുകളെല്ലാം കൊടുക്കും. എന്നിട്ട് അത് CCR-ഉമായിട്ട് കമ്പയർ ചെയ്യും. In most cases, duty is payable on self-assessment base and the payment can be made electronically. മിക്കവാറുള്ള സാഹചര്യങ്ങളെല്ലാം ഡ്യൂട്ടി സെൽഫ് അസസ്മെന്റ് ബേസിലായിരിക്കും, അത് ഇലക്ട്രോണിക്കലി ആയിരിക്കണം കൊടുക്കാം. ഓക്കെ, വെരിഫിക്കേഷൻ ഓഫ് സെൽഫ് അസസ്മെന്റ് ഈസ് ഡൺ ഓൺ സെലക്റ്റീവ് ബേസിസ്. സെലക്റ്റീവ് ബേസിലായിരിക്കും ഇവയുടെ വെരിഫിക്കേഷൻ നടത്തുക. If goods are cleared without verification, post clearance audit may be conducted. Okay, വെരിഫിക്കേഷൻ ഇല്ലാതെയാണ് ഗുഡ്സുകൾ ക്ലിയർ ചെയ്യുന്നതെങ്കിൽ പോസ്റ്റ് ക്ലിയറൻസ് ഓഡിറ്റ് എന്ത് ചെയ്യണം? നടത്തേണ്ടതായിട്ട് വരും. ഓക്കെ, ഈ സാഹചര്യങ്ങൾ താഴെ പറയുന്ന റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യണം. ഇൻവോയ്സ്, കോൺട്രാക്ട്, പാക്കേജിംഗ് ലിസ്റ്റ്, അതർ റിലവൻ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സുകളെല്ലാം കൊടുക്കണം. ഓക്കെ, ദെൻ എന്താണ് ഈ ഡീമർജ്? ഡീമർജ് ഈസ് ചാർജ് payable if goods are not cleared from the port or airport within a free period. Free period എന്ന് വെച്ചാൽ 3 to 5 working days. അതായത് ആ ഫ്രീ പീരീഡിനുള്ളിൽ ഈ സാധനങ്ങൾ പോർട്ടിൽ നിന്നും ക്ലിയർ ചെയ്തില്ലെങ്കിൽ കൊടുക്കണമെന്ന ഒരു ചാർജാണ് എന്താ? ഡിമർക്ക്. If the import fails to file the bill of entry within 30 days of arrival of goods, the custodian of cargo may resell the goods after obtaining the permission from the customs authority. അതായത് if the importer fails to file the bill of entry within 30 days, 30 ദിവസത്തിനുള്ളിൽ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യാനെ കൊണ്ട് ഇമ്പോർട്ടർ ഫെയിൽ ആയി പോയിട്ടുണ്ട് എങ്കിൽ പ്രോപ്പർ ഓഫീസർ അല്ലെങ്കിൽ കസ്റ്റംസ് അതോറിറ്റിയുടെ അംഗീകാരത്തോടു കൂടി ഈ സാധനങ്ങൾ കൈവശം വെച്ചേക്കുന്ന വ്യക്തിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? റീസെയിൽ ചെയ്യാനെ കൊണ്ട് പറ്റും. ഓക്കെ, അതാണ് എക്സ്പോർട്ട് പ്രൊസീജിയർ. Every exporter must submit a shipping bill for export by sea or air. കടലിൽ കൂടിയോ വെള്ളത്തിൽ കൂടിയോ ഏതെങ്കിലും ഒരു വ്യക്തികൾ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അവിടെ നമ്മൾ സ്വാഭാവികമായി ഷിപ്പിംഗ് ബില്ലുകൾ സബ്മിറ്റ് ചെയ്യണം. ദെൻ റോഡിൽ കൂടിയാണെങ്കിലോ ബിൽ ഓഫ് എക്സ്പോർട്ട് ആയിരിക്കണം സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ എക്സ്പോർട്ട് ഡ്യൂട്ടികൾ അടയ്ക്കേണ്ടതില്ല എങ്കിലും ഈ ഷിപ്പിംഗ് ബില്ലോ ബിൽ ഓഫ് എക്സ്പോർട്ടോ എന്ത് ആയിരിക്കണം? ഫയൽ ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ഇലക്ട്രോണിക്കലി ആയിരിക്കണം ഫയൽ ചെയ്യേണ്ടത്. ദെൻ എക്സ്പോർട്ട് ഡ്യൂട്ടി സെൽഫ് അസസ് ചെയ്യാം. എക്സ്പോർട്ട് ഡ്യൂട്ടി ചില സാധനങ്ങൾക്ക് മുകളിൽ മാത്രമായിരിക്കും എക്സ്പോർട്ട് ഡ്യൂട്ടി ചുമത്തേണ്ടത്. ഓക്കെ, ദെൻ ഇഫ് എക്സ്പോർട്ട് കൺസൈൻമെന്റ് ഈസ് സെലക്ട് അണ്ടർ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം, റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റത്തിലാണ് ഈ എക്സ്പോർട്ടുകളൊക്കെ സെലക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റുകൾ ചെക്ക് ചെയ്യണം, ഗുഡ്സ് ഇൻസ്പെക്ട് ചെയ്യണം, വെരിഫിക്കേഷന് ശേഷം മാത്രമേ കൊടുക്കാവൂ. ഓക്കെ, ദെൻ RMS റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്തുള്ള സാധനമല്ല എങ്കിൽ ആ ഡോക്യുമെന്റുകൾ നമ്മൾ ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം എന്ത് ചെയ്താൽ മതി?
സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് പോസ്റ്റ് ഓഡിറ്റ്. ഇഫ് ഗുഡ്സ് ആർ നോട്ട് എക്സാമിൻഡ് ബിഫോർ എക്സ്പോർട്ട്, ഡോക്യുമെന്റ് ആർ സബ്മിറ്റ് ഫോർ വെരിഫിക്കേഷൻ ആൻഡ് ഓഡിറ്റ് ആഫ്റ്റർ എക്സ്പോർട്ട്. ഗുഡ്സുകളൊക്കെ എന്താണ് എക്സ്പോർട്ടിന് മുമ്പാണ് നമ്മൾ എക്സാമിൻ ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സാമിൻ ചെയ്തിട്ടില്ല, കയറ്റുമതിക്ക് മുമ്പ് സാധനങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ലേ എങ്കിൽ ഈ സാധനങ്ങളെല്ലാം എന്തായിരിക്കണം, ഡോക്യുമെന്റ്സ് ആർ സബ്മിറ്റഡ് ഫോർ വെരിഫിക്കേഷൻ ആൻഡ് ഓഡിറ്റ് ആഫ്റ്റർ എക്സ്പോർട്ട്. ഡോക്യുമെന്റ്സുകളെല്ലാം വെരിഫിക്കേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യുകയും ഓഡിറ്റിംഗിന് എക്സ്പോർട്ടിന് മുമ്പ് നമ്മൾ എക്സ്പോർട്ടിന് ശേഷം നമ്മളത് ഓഡിറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ദെൻ എക്സ്പോർട്ട് ഇൻസെന്റീവുകളെല്ലാം നമ്മൾ സ്കീമുകൾക്കനുസരിച്ചുള്ള എക്സ്പോർട്ടുകളാണ് നടത്തുന്നതെങ്കിൽ അവയെല്ലാം ചെക്ക് ചെയ്യുകയും സർട്ടിഫൈ ചെയ്യുകയും ചെയ്യണം. അതേപോലെ തന്നെ ARE1 ഫോം ഒബ്റ്റെയിൻ ചെയ്യണം. ഏത് ഫോമാണ്? ARE1 ഫോം. അതാണ് ബാഗേജ്. ബാഗേജ് ഇൻക്ലൂഡ്സ് ആൾ ഡ്യൂട്ടിയബിൾ ആർട്ടിക്കിൾ ഇമ്പോർട്ടഡ് ബൈ എ പാസഞ്ചർ ഓർ എ ക്രൂ മെമ്പർ. ഒരു പാസഞ്ചറോ ക്രൂ മെമ്പറോ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടിയബിൾ സാധനങ്ങളെയും പറയുന്ന പേരാണ് ബാഗേജ്. അൺഅക്കംപൈൻഡ് ബാഗേജ് ആൾസോ ഇൻക്ലൂഡ്. ഇതിനകത്ത് എന്തുണ്ടാവും? അൺഅക്കംപൈൻഡ് ബാഗേജസ് ഉണ്ടാവും. ബാഗേജസിനകത്ത് വരാത്തത് മോട്ടോർ വെഹിക്കിൾ, ആൽക്കഹോൾ, ലിക്വർ, ഫ്രീ ഡ്രിങ്ക്, ദെൻ കൊറിയറിൽ കൂടി അയച്ചേക്കുന്ന സാധനങ്ങൾ. ഓക്കെ, ഇതൊന്നും ബാഗേജിനകത്ത് വരത്തില്ല. ബാഗേജ് ഡസ് നോട്ട് ഇൻക്ലൂഡ്സ് ആർട്ടിക്കിൾ ഇമ്പോർട്ടർ അണ്ടർ ആൻഡ് ഇമ്പോർട്ട് ലൈസൻസ് ഫോർ എ പേഴ്സൺ യൂസ് ഫോർ ആൻ ബിഹാഫ് ഓഫ് അതർ. ഇമ്പോർട്ട് ലൈസൻസിൽ കൂടി ഇറക്കുമതി ചെയ്തിരിക്കുന്ന സാധനത്തിനും ബാഗേജ് എന്ന് പറയത്തില്ല. കറൻസി ക്യാൻ ബി ടേക്കൺ ഔട്ട് ഓർ brought into India only as per the RBI exchange regulations. RBI foreign exchange regulation അനുസരിച്ച് മാത്രമേ കറൻസികൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നർക്കോട്ടിക് ഡ്രഗുകൾ കൊണ്ടുവരുന്നത് എന്താണ് മക്കളെ? സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഡൊമസ്റ്റിക് പെറ്റുകളെയൊക്കെ കൊണ്ടുവരുന്നത് സ്ട്രിക്ട്ലി ഹെൽത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, എക്സോട്ടിക് ബേർഡുകളെയോ ഓർക്കിഡുകളെയോ വൈൽഡ് ലൈഫുകളോ കൊണ്ടുവരുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആർട്ടിക് ആൻഡ് ദെൻ ഫ്ലോറ അല്ലെങ്കിൽ ഫോണ വെച്ചിട്ടുണ്ടായിരിക്കുന്ന ഏതെങ്കിലും ആർട്ടിക്കിൾസ് ഒക്കെ ആണെങ്കിൽ അവയും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ബാഗേജിന്റെ ഓണർ എന്തായിരിക്കണം? അദ്ദേഹത്തിന്റെ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റുകളൊക്കെ കസ്റ്റംസ് ഓഫീസർക്ക് നൽകണം. അപ്പൊ അദ്ദേഹം റേറ്റ് ഓഫ് ഡ്യൂട്ടിയും താരിഫ് വാല്യുവേഷനും ഒക്കെ എന്ത് ചെയ്തിരിക്കും മക്കളെ? കൃത്യമായിട്ട് അതിനകത്ത് ആ ഡേറ്റിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അടയ്ക്കുന്നത്. രണ്ട് തരത്തിലുള്ള ചാനലുകളാണ് ഉള്ളത്. ഒന്ന് ഗ്രീൻ ചാനൽ, നോൺ ഡ്യൂട്ടിബിൾ ഗുഡ്സ് കൊടുക്കേണ്ട പാസഞ്ചേഴ്സിനാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻ ചാനൽ എന്ന് പറയുന്നത്. റെഡ് ചാനൽ, ഡ്യൂട്ടിബിൾ ഗുഡ്സ് കൊണ്ടുവരുന്ന ആൾക്കാരെയാണ് റെഡ് ചാനൽ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിക്ലറേഷൻ ഓൺ disembarkation card is generally accepted, but the customs officer may inspect the baggage. ഓക്കെ, ഡിസംബർക്കേഷൻ കാർഡ് സാധാരണയായി അക്സെപ്റ്റഡ് ആയിരിക്കും, പക്ഷെ കസ്റ്റമേഴ്സ് ചിലപ്പോൾ ആ ബാഗേജ് എന്ത് ചെയ്യും? ഇൻസ്പെക്ട് ചെയ്യും. റേറ്റ് ഓഫ് ഡ്യൂട്ടി ഓഫ് ബാഗേജസ് 35% ആണ്. SWS 10% ആണ്. IGST നിന്നും എക്സംഷൻ ആണ്. ഓക്കെ, then duty free clearance for returning passengers. റിട്ടേണിംഗ് പാസഞ്ചേഴ്സിനുള്ള ഡ്യൂട്ടി ഫ്രീ ക്ലിയറൻസുകൾ എങ്ങനെയാണ്? റൂൾ 3 and 4 ഓഫ് ബാഗേജ് റൂൾ 2016 ആപ്ലിക്കബിൾ ടു ഇന്ത്യൻ റെസിഡന്റ് റിട്ടേണിംഗ് ഫ്രം അബ്രോഡ്. വിദേശത്തു നിന്ന് റിട്ടേൺ ചെയ്തേക്കുന്ന ഇന്ത്യൻ റെസിഡന്റിന് ബാധകമാണ്. ഫോറിൻ റിസൈഡിംഗ് ഇൻ ഇന്ത്യ, ഫോറിനേഴ്സ് റിസൈഡിംഗ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന ഫോറിനേഴ്സിനും ഇത് ബാധകമാണ്. ഇന്ത്യൻ ഓടിലുള്ള ടൂറിസ്റ്റുകൾക്കും ഇത് ബാധകമാണ്. ദെൻ ലേഡി പാസഞ്ചേഴ്സിനാണെങ്കിൽ 1 ലക്ഷം രൂപ വരെയുള്ള 40 ഗ്രാം സ്വർണം കൊണ്ടുവരാം. ജെന്റിൽമാൻ പാസഞ്ചേഴ്സിനാണെങ്കിൽ 50,000 രൂപ വരെയുള്ള 20 ഗ്രാം കൊണ്ടുവരാം. ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചിട്ട് സ്വർണ്ണത്തിനൊക്കെ വില എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. അപ്പൊ ഗ്രാമിനായിരിക്കും പ്രയോറിറ്റി. ഓക്കെ, ദെൻ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസ്. റൂൾ 6 applicable to persons who are engaged in profession abroad and return to India are transferring their residence to India. അതായത് വിദേശത്തുള്ള ഒരു വ്യക്തി ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയിൽ താമസമാക്കുന്നുവെങ്കിലാണ് റൂൾ 6 ബാധകമാകുന്നത്. ഓക്കെ, ദെൻ allow duty free clearance on bona fide baggage in addition to what is allowed under റൂൾ 3 and 4. റൂൾ 3 4 പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് എന്താണ് ബോണഫൈഡ് ബാഗേജുകൾക്കൊക്കെ ഡ്യൂട്ടി ഫ്രീ ക്ലിയറൻസ് ആയിരിക്കും. കാരണം അദ്ദേഹം ഇന്ത്യയിലാണ്. അപ്പൊ അവിടുത്തെ സാധനത്തിൽ ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞിട്ട്
ഡ്യൂട്ടിക്ക് അടയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ തുകയാവും. ഓക്കെ, ഡ്യൂട്ടി ഫ്രീ. അടുത്ത ഡ്യൂട്ടി ഫ്രീ ക്ലിയറൻസ് അലൗഡ് ഫോർ പേഴ്സണൽ ആൻഡ് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡിംഗ് ആർട്ടിക്കിൾ മെൻഷൻ ഇൻ അനക്സർ 3. അനക്സർ 3 ഉണ്ടായേക്കുന്ന സാധനങ്ങൾക്കൊക്കെ എന്തായിരിക്കണം, പറഞ്ഞിട്ടുള്ള പേഴ്സണൽ ആൻഡ് ഹൗസ് ഹോൾഡ് സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല. ഡ്യൂട്ടി ഫ്രീ ക്ലിയറൻസ് ഇസ് നോട്ട് അലൗഡ് ഫോർ ആർട്ടിക്കിൾ മെൻഷൻ ഓൺ അനക്സർ 1 and 2. അനക്സർ 1 and 2 പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ ക്ലിയറൻസ് ഇല്ല. മോണിറ്ററി സീലിംഗ്സ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ഡ്യൂട്ടി ഫ്രീ ക്ലിയറൻസ് നോക്കാം. വിദേശത്ത് താമസിക്കുന്നത് 3 മാസം മുതൽ 6 മാസം വരെയാണെങ്കിൽ 60,000 രൂപ വരെയുള്ള സാധനങ്ങൾ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കൊണ്ടുവരാം. 6 മാസം മുതൽ 1 വർഷം വരെയാണെങ്കിൽ 1 ലക്ഷം രൂപ വരെയുള്ളത്. 1 കൊല്ലം മുതൽ 2 കൊല്ലം വരെയാണെങ്കിൽ 2 ലക്ഷം രൂപ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് കൺസെഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ, ദെൻ 2 കൊല്ലത്തിന് മുകളിലാണെങ്കിൽ 5 കൊല്ലം വരെ. ദെൻ ഡിഫറൻസ് എക്സംഷൻ, പലതരത്തിലുള്ള എക്സംഷനുകളെ പറ്റിയാണ് പറയുന്നത്. ടൈപ്പ് ഓഫ് എക്സംഷൻ: ഫുള്ളി ഓർ പാർഷ്യൽ എക്സംഷൻ ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ. സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ കൂടിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. മേ ബി അൺകണ്ടീഷണൽ ഓർ സബ്ജക്ട് ടു കണ്ടീഷൻസ്. എന്തായിരിക്കും മക്കളെ? അൺകണ്ടീഷണൽ ആയിരിക്കാം, അല്ലെങ്കിൽ കണ്ടീഷനുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കാം. കണ്ടീഷൻ മേ ബി നീഡ് ടു ബി ഫുൾഫിൽഡ് ബിഫോർ ഓർ ആഫ്റ്റർ ദ ക്ലിയറൻസ്. ക്ലിയറൻസിന് മുമ്പോ ക്ലിയറൻസിന് ശേഷമോ കണ്ടീഷൻസുകൾ നമ്മൾ ഫുൾഫിൽ ചെയ്താൽ മതി. ദെൻ സ്പെഷ്യൽ അല്ലെങ്കിൽ അഡ്ഹോക്ക് എക്സംഷൻ ഗ്രാൻഡഡ് ബൈ ദ സ്പെഷ്യൽ ഓർഡർ ഓർ എക്സംഷൻ സർക്കംസ്റ്റാൻസ്. ചില പ്രത്യേക ഓർഡറിൽ കൂടിയ ചില പ്രത്യേക സാഹചര്യങ്ങളിലോ ആയിരിക്കും ഇത് നൽകുക. ഓർഡർ മസ്റ്റ് സ്പെസിഫൈ ദ എക്സംഷണൽ സർക്കംസ്റ്റാൻസസ്. ഓർഡറിനകത്ത് കൃത്യമായിട്ടുള്ള എന്തുണ്ടായിരിക്കണം മക്കളെ? സാഹചര്യങ്ങൾ പറയണം. ഓക്കെ, അതാണ് ജനറൽ എക്സംഷൻസ് ഫോർ പ്രിവിലേജ്ഡ് പേഴ്സൺസ്. ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ട്സ് ബൈ UN ഏജൻസീസ്, ഗവേൺസ് ഫോർ ഫൗണ്ടേഷൻ, വൈസ് പ്രസിഡൻസ് ഓഫ് ഇന്ത്യ, സ്പെസിഫൈഡ് equipped by the foreign news agencies. ഇതിനൊക്കെ ഡ്യൂട്ടി ഫ്രീ ഇമ്പോർട്ടുകൾ ഉണ്ടാകുന്നു. നോൺ ജനറൽ എക്സംഷൻ എക്സിസ്റ്റ് ഫോർ ദ ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ ദ ഗവൺമെന്റ് അൺലെസ് specific exemption notification are issued by Indian Navy, Police, Ministry of Defense, Coastal Guard, etc. അതായത് ഇവർ ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള എക്സംഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്ക് എക്സംഷൻ ലഭിക്കത്തില്ല. In the absence of such notification, customs duty is payable. ഓക്കെ, അതിൽ നോട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഗവൺമെന്റ് ഇറക്കുമതി ചെയ്താണെങ്കിലും കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, then the central government has the power to grant exemption under the overall control of parliament. പാർലമെന്റിന്റെ മൊത്തത്തിലുള്ള കൺട്രോളുകൾക്ക് മുകളിൽ എക്സംഷൻ നൽകാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിന് മാത്രമാണ്. ബേസ് ഓഫ് എക്സംഷൻ എന്തിനെ ആശ്രയിച്ചിട്ടായിരിക്കണം? ഡിസ്ക്രിപ്ഷണൽ പ്രൊവിഷൻ. നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനൊക്കെ ആവശ്യമാണ്, അല്ലെങ്കിൽ എക്കണോമിക് കൺട്രോൾ ചെയ്യാനെ കൊണ്ട് ഇത് ആവശ്യമാണെങ്കിൽ നമുക്ക് ആ സാധനങ്ങൾക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി ഒന്നും ചുമത്തേണ്ട ആവശ്യമില്ല. മോറൽ ഗ്രൗണ്ട്, ചില ധാർമ്മികമായ സാഹചര്യങ്ങളിൽ നമ്മൾ ഈ എക്സംഷൻസുകളൊക്കെ ചുമത്തുന്നതായിരിക്കും. എക്സംഷൻസ് നടത്തും. ഓക്കെ, അതാണ് റീഫണ്ട്. റീഫണ്ട് ഈസ് ഒബ്റ്റൈനബിൾ ഇഫ് ദ കസ്റ്റംസ് ഡ്യൂട്ടി വാസ് പെയ്ഡ് ഇൻ എക്സസ് വൈൽ ക്ലിയറിംഗ് ദ ഗുഡ്സ്. ഗുഡ്സുകൾ ക്ലിയർ ചെയ്യുന്ന സമയത്ത് അധികമായി തുകകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലായിരിക്കും നമുക്ക് റീഫണ്ടുകൾ എന്ത് ചെയ്യുക? കിട്ടുക. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജുഡിക്കേഷൻ ഓർഡർ, അല്ലെങ്കിൽ if there is an adjudication order or approval of the bill of entry imposing such duty, an appeal must be filed with the appropriate authority to rectify the orders. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാക്കുകയാണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി അപ്പീലുകൾ നമ്മൾ കൊടുക്കണം. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടായിരിക്കണം കൊടുക്കുന്നത്. പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കണം. ഓക്കെ, ഫോം കസ്റ്റംസ് റീഫണ്ട് ആപ്ലിക്കേഷൻ ഫോംസിനനുസരിച്ചിട്ടായിരിക്കണം. ഡ്യൂട്ടി അടിച്ചതിൻ്റെ ഡോക്യുമെന്റുകൾ കൊടുക്കണം. റീഫണ്ട് ക്ലെയിം ചെയ്യാനുള്ള കാരണം കൊടുക്കണം. ഓക്കെ, ദെൻ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ എവിഡൻസുകൾ കൊടുക്കാനുള്ള ഇത് നമുക്ക് വേറൊരാളുടെ മുകളിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എവിഡൻസ് ദാറ്റ് ബർഡൻ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ഹാസ് നോട്ട് ബീൻ പാസ്ഡ് ഓൺ ടു അനദർ പേഴ്സൺ. റീഫണ്ട് ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടീസ് ആസ് വെൽ. As per section 47 subsection 2 of the Customs Act 1962, it is the duty is not paid within 1 day of the return of bill of entry, interest is payable. Okay, അതായത് ഡ്യൂട്ടി അടയ്ക്കുന്ന 1 ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ അടച്ചിട്ടില്ലെങ്കിൽ പലിശ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചാർജ് ചെയ്യണം. ഓക്കെ, ഇഫ് എക്സസ് ഡ്യൂട്ടി is refunded, pro rata interest should be refunded. അപ്പം എക്സസ് ആയിട്ടുള്ള ഡ്യൂട്ടി റീഫണ്ട് ചെയ്യുമ്പോൾ ഈ പലിശ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കേണ്ടതായിരിക്കും.
റീഫണ്ട് ക്ലെയിം ഷുഡ് ബി ലോഡ്ജ്ഡ് വിത്തിൻ 6 months. 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, കൊടുക്കണം. ദെൻ ഇമ്പോർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഫോർ പേഴ്സണൽ യൂസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒക്കെ വേണമെങ്കിൽ അതിന് 1 കൊല്ലമായിരിക്കും. ഓക്കെ. ദെൻ പ്രൊട്ടക്ട് ആണെങ്കിൽ 6 months 1 year ടൈം ബാധകമല്ല. പ്രൊഫഷണൽ ബേസിലാണെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ അസസ്മെന്റ് കഴിഞ്ഞ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലത്തിനുള്ളിലായിരിക്കണം ഇത് കൊടുക്കുകയാണ്. ഓക്കെ. ദെൻ റീഫണ്ട് ഓഫ് ബയർ ഓർ ഇമ്പോർട്ടർ ഓർ എക്സ്പോർട്ടർ ഇഫ് നോ അൺജസ്റ്റ് എൻറിച്ച്മെന്റുകൾ ഇല്ല എങ്കിൽ the importer or exporter bearer has not passed on incidence of the duty to another person. Import made by an individual for personal use. Refund of export if applicable under section 26 of the Customs Act. ഇതൊന്നും വലിയ സംഭവങ്ങളല്ല. നമുക്ക് ഇന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ. No claimant existence, the refund shall be credited to കസ്റ്റമർ വെൽഫെയർ ഫണ്ട്, കൺസ്യൂമർ വെൽഫെയർ ഫണ്ട്. അതായത് റീഫണ്ട് കൊടുക്കാനെ കൊണ്ട് അവിടെ ആളെ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എങ്ങോട്ട് മാറ്റണം, കൺസ്യൂമർ വെൽഫെയർ ഫണ്ടിലേക്ക് മാറ്റണം.